വിവാഹം അത് സ്വന്തം ഇഷ്ടപ്രകാരം നടത്തണം എന്ന് കരുതുന്ന പെൺകുട്ടിയോടും ആൺകുട്ടിയോടും, കുട്ടി എന്ന് തന്നെ പറയാം, കാരണം ഇങ്ങനെ ചിന്തിക്കുന്നവർ അധികവും ചെറുപ്രായത്തിലുള്ളവരാണ്. അത് 18 വയസ്സ് മുമ്പുള്ളവർക്കും ഉണ്ട്, അതിനുശേഷം ഒരു 25 വയസ്സിനൊക്കെ താഴെ. അതൊക്കെയാണ് ആ ഒരു ടൈമിങ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ആദ്യം സ്ത്രീയോട് പറയാം, സ്ത്രീ വേണ്ട പെൺകുട്ടിയോട് പറയാം. പെൺകുട്ടി അവളുടെ ഇഷ്ടപ്രകാരം വിവാഹം കഴിക്കാമെന്ന് തീരുമാനിക്കുന്നു, അല്ലേ? അപ്പോൾ നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെടുന്നു, ഒരുപക്ഷെ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ക്വാളിറ്റി കണ്ടിട്ടായിരിക്കാം ഒരു പുരുഷന് അല്ലെങ്കിൽ ഒരു പയ്യന് അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്ക് നിങ്ങളെ ഇഷ്ടം ഉണ്ടാവുന്നത്. അതൊരു പക്ഷേ നിങ്ങളുടെ സൗന്ദര്യത്തിൻ്റെ ഭാഗമാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാവാം, ഇതിലെന്തെങ്കിലും ഒന്നാവാം. പിന്നീടൊന്നുണ്ട് നിങ്ങളുടെ കഴിവുകളിൽ നിന്നും കണ്ടെത്താം. അതൊക്കെ വേറെ വേറെ തലങ്ങളാണ്. പിന്നെ ഇഷ്ടം അല്ലെങ്കിൽ പ്രണയം എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് ചെറുപ്രായത്തിൽ തൊട്ട് അറിയാവുന്നവരായിരിക്കാം, അന്ന് തൊട്ടേ നിങ്ങളുടെ ഉള്ളിൽ ഇഷ്ടമുണ്ടാവാം. ഇല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടം, അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ കോളേജ് കാലഘട്ടം, ഇതിലെപ്പോഴെങ്കിലും ഒരു സമയത്തായിരിക്കാം നിങ്ങൾ കണ്ടതും ഇഷ്ടപ്പെട്ടതും. ഒന്നുകിൽ ഒരുമിച്ച് പഠിച്ചതാവാം, ഇല്ലെങ്കിൽ വഴിയോരത്ത് കണ്ടതാവാം, അല്ലെങ്കിൽ യാത്രക്കിടയിൽ കണ്ടതാവാം. അങ്ങനെ എന്തായാലും നിങ്ങൾ കണ്ടുമുട്ടി ഏതെങ്കിലും ഒരു സന്ദർഭം ഉണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടങ്ങൾ തുറന്നു പറയുന്നത് പുരുഷന്മാർ തന്നെയാണ്. സ്ത്രീകൾ അങ്ങോട്ട് ചെന്ന് പറയുന്ന ആ ഒരു രീതി പൊതുവെ കുറവാണ്. അങ്ങനെയുള്ളവരും ഉണ്ട്. അപ്പോൾ പെൺകുട്ടിയെ കാണുന്നു, ഇഷ്ടപ്പെടുന്നു, അറിയിക്കുന്നു. ചിലർ അപ്പോൾ തന്നെ അവരോട് ഇഷ്ടം തോന്നുമായിരിക്കും. ചിലർ കുറേ ആലോചിക്കും, ഇല്ലെങ്കിൽ നോ പറയും. ചിലപ്പം അങ്ങനെയൊക്കെ പറഞ്ഞാലും വീണ്ടും ഇങ്ങനെ യാചനയുമായി പുറകെ നടക്കുമ്പോൾ യെസ് മൂളും, അല്ലേ? ചിലർ ഭീഷണിപ്പെടുത്തും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവസാനം ഇഷ്ടം സമ്മതിക്കുന്നു. വെറുതെ ഇഷ്ടപ്പെട്ട് നടന്നിട്ട് കാര്യമില്ലല്ലോ. ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമല്ലല്ലോ, ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുമല്ലല്ലോ. അപ്പം നിങ്ങൾക്കൊന്നിച്ച് ജീവിക്കണം എന്നുള്ള താല്പര്യം ഉണ്ട് എന്നാണ് രണ്ടുപേരും കരുതുന്നത്. ചിലപ്പം പയ്യൻ്റെ മനസ്സെന്താണെന്ന് പെൺകുട്ടിക്ക് അറിയാൻ പാടില്ല. കാരണം അത് പറയുമ്പോൾ ഒരുപാട് പെൺകുട്ടികൾ താൻ സ്നേഹിക്കുന്ന പുരുഷനെ വിശ്വസിച്ച് ഒരുപാട് അബദ്ധങ്ങളിൽ ചെന്ന് ചാടിയ കാര്യങ്ങളെല്ലാം നമുക്ക് വാർത്തകളിലൂടെ അറിയാം, അല്ലേ? ചിലർ സ്വന്തം ജീവിതം തന്നെ പുരുഷൻ്റെ മുന്നിൽ അടിയറവ് വെക്കും. പിന്നീട് അവൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മറ്റാർക്കും അംഗീകരിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ളതാവാം. അതൊക്കെ ഒരു നിമിഷത്തിൻ്റെ കൈവിട്ടു പോകുന്ന മനസ്സുകളുടെയും പ്രശ്നങ്ങളാണ്. എന്തായാലും ആത്മാർത്ഥമായ സ്നേഹവുമായി മനസ്സിൽ കരുതി എനിക്ക് അവളെ വേണമെന്ന് കരുതുന്ന ഏതൊരു പുരുഷനും ഇത്തരത്തിലുള്ള ചതി ഒരിക്കലും ചെയ്യില്ല. അപ്പം പോകാം, നിങ്ങൾക്കിഷ്ടമാണ്, നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാം. യാത്രകൾ, ചെറിയ യാത്രകൾ, അല്ലേ? വേറെ യാത്രകൾ എന്ന് പറയുമ്പോൾ അങ്ങ് ദൂരെ പോകുന്നല്ല, ഇടയ്ക്കൊന്ന് കാണാനുള്ള യാത്രകൾ, അതൊക്കെ ആവാം എന്നാണ് ഒരു രീതി, അല്ലേ? ചെറിയ യാത്രകളിലൂടെ കാണുക, സംസാരിക്കുക, ചിലപ്പോൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഇതിനൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പയ്യൻ്റെയും പെണ്ണിൻ്റെയും, അല്ലേ, കൂട്ടുകാരൊക്കെ കാണും. അങ്ങനെയൊക്കെയാണ് ആ പ്രണയം അങ്ങനെ മുന്നോട്ട് പോകുന്നത്. പിന്നീട് ചിലർക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കാര്യം പറഞ്ഞ പോലെ 18 വയസ്സായോ അറിയോ, കാരണം ഇന്നത്തെ നിയമത്തിൻ്റെ പ്രശ്നം കൊണ്ട് പെൺകുട്ടിക്ക് 18 വയസ്സായില്ല എങ്കിൽ പയ്യൻ അകത്തു പോവും എന്നുള്ള രീതിയാണ്, കേസാണ്. അപ്പോൾ
തീർച്ചയായിട്ടും അതൊക്കെ അറിയാവുന്ന കുട്ടികൾ അത് നോക്കും. 2 പേർക്കും 18 കഴിഞ്ഞോ, ശരി പിറ്റേ ദിവസം നമുക്ക് പോവാം, അല്ലെങ്കിൽ അന്ന് തന്നെ പോവാം, അല്ലേ? 18 വയസ്സ് തികയാൻ കാത്തിരിക്കുകയായിരിക്കും. അതെന്തുകൊണ്ടാണ് അത്രയും അധികം ചെറിയ സമയത്തിനുള്ളിൽ അവർക്ക് ഒന്നിച്ച് ചേരണം എന്ന് ചിന്തിക്കുന്നതെന്നറിയില്ല. അതൊക്കെ വെറും അറിവില്ലായ്മയുടെ ഏറ്റവും വലിയ തലമാണത്. അവർ മറ്റെന്തിനെയൊക്കെയോ വിശ്വസിക്കുന്നു. സിനിമയിൽ കാണുന്ന കുറേ കാഴ്ചകളിലൊക്കെ വിശ്വസിച്ചു അതുപോലെയൊക്കെ ആവും ജീവിതം എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് തന്നെ 18 വയസ്സാകാൻ കാത്തിരിക്കുന്നു. ആ ദിവസം പെൺകുട്ടിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, അവൾ ഇഷ്ടപ്പെട്ട ആളിൻ്റെ കൂടെ പോകുന്നു, അല്ലേ? എത്ര സ്നേഹമുള്ള അച്ഛനും അമ്മയും ആണെങ്കിൽ പോലും എന്തുകൊണ്ടാണ് പുറത്തുനിന്നൊരു പയ്യനെ കാണുമ്പോൾ അതുവരെയുള്ള സ്നേഹങ്ങളെല്ലാം നിഷേധിച്ചിട്ട് അവൻ്റെ ഒപ്പം ജീവിക്കാം എന്ന് ഈ പെൺകുട്ടി കരുതുന്നത്? എന്തുകൊണ്ടാണ്? അപ്പം അച്ഛനും അമ്മയും കൊടുക്കുന്ന സ്നേഹത്തിൽ അവൾക്ക് തൃപ്തിയില്ലേ? അച്ഛനും അമ്മയും കൊടുക്കുന്ന സംരക്ഷണം അവൾക്ക് കുറവായി തോന്നുന്നുണ്ടായിരിക്കുമോ? ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾക്കൊരു കാൽക്കുലേഷൻ എത്താൻ പറ്റും. ഇതൊന്നുമല്ല, അച്ഛൻ്റെ അമ്മയുടെ സ്നേഹക്കുറവ് കൊണ്ടോ പരിചരണക്കുറവ് കൊണ്ടോ ഒന്നുമല്ല. അവർ കറക്റ്റായിട്ട് എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് അവൾക്ക് എന്തൊക്കെയോ അവനിൽ നിന്ന് ലഭിക്കും എന്നുള്ള പൂർണ്ണമായ ബോധ്യം എന്നുള്ള വാക്ക് ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബോധം അല്ലെങ്കിൽ ബോധ്യമായിട്ടുണ്ട്. പിന്നെ മറ്റെങ്ങും കിട്ടാത്ത ഭയങ്കര സുരക്ഷിതത്വം എന്നൊക്കെയുള്ള വിശ്വാസം. തനിക്ക് അയാളുടെ ഒപ്പം ഇരിക്കുന്ന ഓരോ നിമിഷവും വളരെയധികം മനസ്സിന് സന്തോഷമുണ്ട്. ഇനി അങ്ങോട്ട് അയാൾ ഇതേപോലെ ആയിരിക്കും എന്നെ സ്നേഹിക്കുക. ഇങ്ങനെ എല്ലാ ചിന്തകളുമാണ് ഒരു പെൺകുട്ടിയെ ഒരു പയ്യനൊപ്പം പോകാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഘടകം. അവൾക്ക് അച്ഛനെ അമ്മ ഇഷ്ടമാണ്, പക്ഷേ അവരുടെ ഒപ്പം അല്ലല്ലോ ജീവിക്കേണ്ടത്. അച്ഛനും അമ്മ എന്തായാലും നാളെ ഒരാളെ ഏൽപ്പിക്കും. അത് തനിക്ക് ഇഷ്ടമില്ലാത്ത ആളാണോ അല്ലെങ്കിൽ തൻ്റെ ടേസ്റ്റിന് പറ്റിയ ആളല്ല എന്നൊക്കെയുള്ള തോന്നലുകൾ ഈ പെൺകുട്ടിയുടെ മനസ്സിൽ ഉണ്ടാവാം. അപ്പോൾ എന്തു ചെയ്യും? തന്നെ ഇഷ്ടപ്പെട്ട, തനിക്ക് താൻ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് തരുന്ന ആൾ വരുമ്പോൾ ഇതൊരു ചാൻസാണ് എന്ന് കരുതി ഒരു എടുത്തുചാട്ടമാണത്. വെറും എടുത്തുചാട്ടം മാത്രമാണ്. ഒരു നിമിഷം പെൺകുട്ടികളെ നിങ്ങൾ കരുതുക, അത്ര വലിയ ഇഷ്ടം നിങ്ങളോട് ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ഈ ചെറുപ്രായത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം നിങ്ങളെ കൊണ്ട് എടുപ്പിക്കില്ല. പലപ്പോഴും പുരുഷന്മാർ സ്ത്രീകളെ കൊണ്ട് നിർബന്ധപൂർവമാണ് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. അതിനവർ കുറേ വഴികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പം പെൺകുട്ടികളുടെ സ്നേഹം പരസ്പരം സംസാരിച്ച് അവരുടെ മനസ്സുകൾ തമ്മിൽ ഒന്നിച്ച് അവരുടെ മനസ്സുകൊണ്ടൊരു തീരുമാനം എടുക്കുകയല്ല ചെയ്യുന്നത്. പെൺകുട്ടിയെ കാണുന്നു, പയ്യൻ പുറകേ നടക്കുകയാണ്, എന്നെ സ്നേഹിക്കൂ എന്നും പറഞ്ഞുകൊണ്ട് പുറകേ നടന്നിട്ടാണ് സ്നേഹം പിടിച്ചു വാങ്ങുന്നത്, അല്ലേ? അതിനുശേഷം പിന്നീട് ഓരോ കാര്യം അതുപോലെ തന്നെയാണ്. ഇന്ന സ്ഥലത്ത് വരണം എന്ന് പറയുമ്പോൾ പെൺകുട്ടി വിസമ്മതിച്ചാൽ എന്ത് ചെയ്യും? വന്നേ പറ്റുള്ളൂ, അല്ലെങ്കിൽ സ്നേഹമില്ല അതുകൊണ്ടല്ലേ വരാത്തത്, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ വർത്തമാനങ്ങൾ പറഞ്ഞ് പെൺകുട്ടിയുടെ മനസ്സ് മാറ്റും. അപ്പോൾ അവൾ ഈ വാക്കുകൾ കേട്ട് കഴിയുമ്പോഴത്തേക്കും അവൾ തീർച്ചയായിട്ടും പോകാമെന്ന് കരുതും. കൂട്ടുകാരിയെയും വിളിക്കും, ഇല്ലേ? അങ്ങനെയാണ് പോവുക. സ്വാഭാവികമായിട്ട് ഇതൊക്കെയാണ് നമ്മൾ സിനിമകളിൽ തന്നെ കണ്ടിട്ടില്ല, എന്തെല്ലാമാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളതെല്ലാം പല സിനിമകളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ ജീവിതത്തിൽ കറക്റ്റായിട്ട് ഓരോരുത്തരുടെയും ജീവിതത്തിൽ നടക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ജീവിതം, ഇനി കുറച്ച് നാളൂടെ ഉള്ളു പഠിത്തം, 18 വയസ്സാകാൻ. ഒരു കാര്യം ചെയ്യാം, നീ പോരെ, ഏതായാലും 18 വയസ്സ് ആകുമ്പോഴത്തേക്കും കെട്ടിച്ചു വിടാമെന്നും പറഞ്ഞിട്ട് ഒരുമാതിരിപ്പെട്ട അച്ഛനും അമ്മയും കാത്തിരിക്കില്ല. അവൾ പഠിക്കട്ടെ, അവൾ പഠിച്ച് മുന്നോട്ട് പോകട്ടെ.
എന്നിട്ട് പതുക്കെ മതി ആലോചന. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതൽ രക്ഷിതാക്കളും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. ചില വിഭാഗം ആളുകളുണ്ട് 18 വയസ്സാകാൻ കാത്തിരിക്കുന്നവർ. അല്ലാത്തവരൊക്കെ എന്താണ്, കുട്ടികളുടെ ഇഷ്ടം പഠിക്കട്ടെ എന്ന് പറയാം. പിന്നെ ചിലർ പറയും എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ടാണ് ഞാൻ അങ്ങനെ പോയതെന്ന്. വീട്ടിലെ എന്ത് വലിയ സാഹചര്യമാണ് അത്ര വലിയ? ഇപ്പോൾ അച്ഛൻ മോശമായ സ്വഭാവത്തിനുടമ, അല്ലെങ്കിൽ വെള്ളമടിച്ച് നടക്കുന്നു, അമ്മയും അതുപോലെയൊക്കെ ഉത്തരവാദിത്വം ഇല്ലാത്തൊരു സ്ത്രീയാണ് എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന പെൺകുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഒരാൾ നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഇതെല്ലാം നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ നന്നായി അന്വേഷിക്കണം. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അന്വേഷിച്ച് കുഴപ്പമില്ല, എൻ്റെ ജീവിതം മെച്ചപ്പെടും എന്നുള്ള ഉറപ്പോടുകൂടി ഇഷ്ടപ്പെടാം. പക്ഷേ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പഠിത്തം കൈവിടരുത്. അങ്ങനെ ഒരാളുടെ കൂടെ ഇറങ്ങിത്തിരിച്ചു, ചെന്ന് കുറച്ച് നാളിന് ശേഷം ഒരു കുഞ്ഞാകാൻ പോകുന്നു എന്നറിയുന്നു. അങ്ങനെ ഒരു കുഞ്ഞായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ പോയ ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റില്ല. കാരണം എന്തായാലും ഒരു 2-3 വർഷം കുഞ്ഞിൻ്റെ പുറകെ നിങ്ങൾക്ക് പോവേണ്ടി വരും. അപ്പോഴേക്കും നിങ്ങളുടെ പഠിത്തവുമായിട്ടുള്ള ടച്ച് വിട്ടുപോകും. ഒരു പക്ഷേ പിന്നീട് കുഞ്ഞിനെ നോക്കാൻ വീട്ടിലുള്ള സാഹചര്യം ഇല്ല എങ്കിൽ നമുക്കൊരിക്കലും അറിയാൻ പറ്റില്ല നമ്മൾ വിവാഹം കഴിക്കുന്നവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണ്. പ്രത്യേകിച്ചും പ്രണയിച്ച് വിവാഹം കഴിച്ചു കഴിഞ്ഞാലും നമുക്കൊരിക്കലും അറിയാൻ പറ്റില്ല. അത് നിങ്ങളുടെ ഓരോരുത്തരും പ്രായത്തിനനുസരിച്ച്. നമ്മൾ അതുവരെ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയെ ആയിരിക്കില്ല വിവാഹത്തിന് ശേഷം അയാൾ. പിന്നെ വീട്ടുകാർ പ്രണയിച്ച് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ അച്ഛനും അമ്മമാർക്കും തങ്ങളുടെ മക്കൾ നേരെ ചൊവ്വേ വിവാഹം കഴിച്ചുകൊണ്ട് വരണം എന്ന് തന്നെയാണ് ആഗ്രഹം. കാരണം അതുവഴി ആകുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ ഒരു ബെനിഫിറ്റ് ഈ പയ്യൻ്റെ വീട്ടുകാർക്ക് കിട്ടും, ഇല്ലേ? ഒന്നുമില്ലല്ലോ, താലിമാല മേടിക്കാനുള്ള പൈസയെങ്കിലും ആകും. അങ്ങനെയൊക്കെയുള്ള ആളുകളെല്ലാം അങ്ങനെയാണ് ചിന്തിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അതിനെക്കുറിച്ച് ഇട്ടിരുന്നു. ഇങ്ങനെ ഇറങ്ങിത്തിരിച്ച ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ അമ്മായിയമ്മയായാലും വീട്ടിലുള്ളവരായാലും ചിന്തിച്ച് വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. പിന്നീട് അവരിങ്ങനെ ലക്ഷങ്ങൾ തങ്ങൾക്ക് കൊണ്ട് തരുമെന്നുള്ള ചിന്തയിലാണ് ഇരിക്കുന്നത്. അപ്പം കൊടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ പെൺകുട്ടിക്ക് പിന്നീട് നേരിടേണ്ടി വരുന്നത് വളരെ വലിയ പ്രശ്നങ്ങളായിരിക്കും. അത് അവരുടെ ഇഷ്ടം അല്ലേ? അതെല്ലാം ചിന്തിച്ചിട്ടായിരിക്കുമല്ലോ ഒരാളുടെ കൂടെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ പെൺകുട്ടികളുടെ കാര്യം അതാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ മോശം സാഹചര്യം കൊണ്ട് നിങ്ങളങ്ങനെ ഇറങ്ങിത്തിരിച്ചെങ്കിൽ പെട്ടെന്നൊരു കുഞ്ഞിന് ജന്മം നൽകേണ്ടി വരികയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ ജീവിതം പെട്ടെന്ന് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള തൻ്റെ ഇടം അല്ലെങ്കിൽ മനസ്സുണ്ടാവണം, ഏത് പ്രതിസന്ധിയും തരണം ചെയ്തു പോകുക എന്നുള്ളത്. അത് നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ള തെളിവാണ് നിങ്ങളുടെ വീട്ടിലെ സാഹചര്യം മോശമായപ്പോൾ നിങ്ങൾ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് പോയത്. അതിന് പകരം ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലേ? നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും ഒരാൾ, നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ ചുറ്റുമുള്ള ആളുകൾ നല്ലവരാണെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും നല്ല ബന്ധുക്കളുണ്ടെങ്കിൽ അവരുടെ ഒപ്പം നിങ്ങളെ നിർത്താൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കങ്ങനെ അവരുടെ ഒപ്പം നിന്ന് പോയി പഠിക്കാം. ഇത്തിരി മോശമാണ് പഠിക്കാൻ എന്ന് തോന്നുന്നവർ കരുതിയിരിക്കുക, നിങ്ങൾ വേണമെന്ന് വിചാരിച്ച് നടക്കും. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ഉദാഹരണം പറയണം. ഞാനൊക്കെ കുഞ്ഞിലെ പഠിച്ച രീതിയിലല്ല പിന്നീട് ഓരോ വർഷം കഴിയുന്തോറും പഠിച്ച് കയറി വന്നത്. എൻ്റെ വീടിന് അടുത്തൊരു ചേച്ചി ഉണ്ടായിരുന്നു, അതുകൂടെ ഞാൻ പറയാം. ചേച്ചി ഇംഗ്ലീഷ് മീഡിയമൊക്കെയാണ്, പക്ഷേ വളരെ മാർക്ക് കുറവായിട്ട് ലാസ്റ്റ് മലയാളം മീഡിയത്തിലേക്ക് മാറ്റാം എന്നുള്ള തീരുമാനത്തിൽ ടീച്ചേഴ്സും വീട്ടിലുള്ളവരും തീരുമാനിച്ചു. അങ്ങനെ സ്കൂളിൽ ചെന്നു, ശരി ഇനിയും മലയാളം മീഡിയത്തിലേക്ക് മാറ്റാം എന്നുള്ള കാര്യം ചേച്ചിയോട് പറയുകയാണ്. ചേച്ചി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. അപ്പം ചേച്ചിയുടെ കൂട്ടുകാരെല്ലാം ഇംഗ്ലീഷ് മീഡിയത്തിലാണ്, ചേച്ചി മാത്രം മലയാളം മീഡിയത്തിലേക്ക് പോകുന്നു, പുതിയ കൂട്ടായിപ്പോൾ. അപ്പം ചേച്ചി പറഞ്ഞ ഒരു കാര്യമുണ്ട്, വേണ്ട ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ പഠിച്ചോളാം, നന്നായിട്ട് പഠിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അതുവരെ ചേച്ചി എങ്ങനെയാണ് പഠിച്ചതും അതിൽ നിന്ന് വ്യത്യാസമായിട്ട് നല്ല രീതിയിൽ ചേച്ചി പഠിക്കാൻ തുടങ്ങി. അതെല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു. അതുപോലെ നന്നായിട്ട് പഠിച്ചു. പണ്ടത്തെ കാലത്ത് ഉള്ള ഫസ്റ്റ് ക്ലാസ് മാർക്ക് വാങ്ങിച്ചു. പിന്നീട് അങ്ങോട്ട് PGക്ക് പോയി, ഡിഗ്രി PG എല്ലാം കഴിഞ്ഞു. നല്ല കോളേജിലൊക്കെയാണ് പഠിച്ചത്. ഡിഗ്രിയും ഞാൻ പഠിച്ച അതേ കോളേജിലാണ്, ചേച്ചി പഠിച്ച അതേ കോളേജിൽ ഞാനും പഠിച്ചു, അങ്ങനെ പറയട്ടെ, കഴിഞ്ഞു. B.Ed പോയി, അത് സെറ്റ് കിട്ടി, നെറ്റ് കിട്ടി.
ഇപ്പം പഠിപ്പിക്കുകയാണ് ടീച്ചറായിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ ഒരു നിമിഷത്തെ ചിന്താഗതിയിൽ വന്ന മാറ്റം. കാരണം ചേച്ചിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ തൻ്റെ കൂട്ടുകാരികളുമായിട്ടുള്ള ആ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാണ്ടാകും. പിന്നെന്താണ് അത് ചേച്ചി ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ചേച്ചി പറഞ്ഞത് ഞാൻ പഠിച്ചോളാം എന്ന് അവൾ വാശിയോടുകൂടി പഠിച്ചത്. ഇതേപോലെ തന്നെ എല്ലാവർക്കും പറ്റും. നമുക്ക് പഠിക്കാൻ ബുദ്ധിയില്ല എന്ന് തോന്നാതെ നമുക്കത് നേടണം എന്ന ഉഗ്രമായ അല്ലെങ്കിൽ അധികമായിട്ടുള്ള ആഗ്രഹത്തോടു കൂടി ഒന്നിരുന്ന് നോക്ക്. ആദ്യമൊക്കെ നമ്മുടെ മനസ്സ് ഓടി നടക്കും, പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ നമുക്കൊന്നും മനസ്സിലാവില്ല എത്ര വായിച്ചാലും. അങ്ങനെ നമ്മുടെ മനസ്സ് അങ്ങനെ ചഞ്ചലമായിക്കൊണ്ടിരിക്കും. കാരണം എന്താണ്, പറഞ്ഞിട്ട് കാര്യമില്ല ഇല്ലേ? നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്തുകയാണ്. അതുവരെ നമ്മുടെ മനസ്സ് പഠനവും മറ്റു കാര്യങ്ങളും ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അപ്പം ആ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതിനെ നമ്മൾ തിരികെ കൊണ്ടുവരികയാണ് ഇല്ല, തിരികെ പിടിച്ച് കെട്ടിക്കൊണ്ടുവന്ന് നമ്മളുടെ ഉള്ളിൽ സ്ഥിരം ആയിട്ട് ഇരുത്തുകയാണ് ഇല്ലേ? നമ്മളിപ്പം ഒരു കോഴിക്കുഞ്ഞിനെ ഓടിച്ചിട്ട് പിടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രിയപ്പെട്ട എന്തെങ്കിലും ഒരു പെറ്റ്സ് എന്തെങ്കിലും ആയിക്കോട്ടെ, വളർത്തുമൃഗം, അവരിങ്ങനെ ഓടി നടക്കുന്നതാണ്. നമ്മളെ കുറേ ഇട്ട് ഓടിപ്പിക്കുക. അങ്ങനെയൊക്കെയുള്ള ജീവികളൊക്കെ ഉണ്ടല്ലോ. ഒത്തിരി നമ്മൾ പുറകെയിട്ട് ഓടിക്കഴിഞ്ഞപ്പോഴായിരിക്കും അവർ തളർന്നിട്ട് നിന്ന് തരുന്നത് പിടിച്ചോന്നും പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെയുള്ള ജീവികളുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിൻ്റെ കാര്യം. ഒരുപാടിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കും. പക്ഷേ നമ്മുടെ മനസ്സിനെ നമുക്ക് പിടികിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. പിന്നെ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടും. ഇതാണ് എന്ന് മനസ്സിലാക്കാൻ അപ്പം തുടങ്ങും. മനസ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിലല്ലേ അതിന് മനസ്സിലാകത്തുള്ളൂ. മനസ്സ് വല്ലോടെ കിടക്കുകയാണെങ്കിൽ മനസ്സിലാവില്ലല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിനെ ഇനി കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഒരു പാരഗ്രാഫ്, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം, ഡിഗ്രിക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ബാലികേറ മല പോലെയാണ്. കാരണം പഠിക്കാത്തത് കൊണ്ട് മാത്രമാണ്. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് എടുക്കണമല്ലോ. അപ്പോൾ ഒരു പറ്റം പിള്ളേരുണ്ട്, 1-2 പിള്ളേർക്കൊക്കെ അന്നൊക്കെ ഇംഗ്ലീഷ് കിട്ടുള്ളൂ. കാരണം ഈ പഠിത്തം എന്നുള്ള അതും ജസ്റ്റ് പാസ്സാണ്. അങ്ങനെയാണ്. അപ്പോൾ പിന്നെ ട്യൂഷന് പോകാന്നുള്ളത്. അപ്പം ഒരു പാരഗ്രാഫിലാണ് ആദ്യമേ തുടക്കം. ഒരു പാരഗ്രാഫ് എന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ പാരഗ്രാഫ് ഇംഗ്ലീഷ്. ഇന്നതൊക്കെ ഓർക്കുമ്പോൾ ഇത്ര നിസ്സാരമായ കാര്യങ്ങൾ പഠിച്ചില്ലല്ലോ എന്നോർത്തു. അത്ര നിസ്സാരം. എന്ത് കഷ്ടപ്പാടാണെന്ന് വെച്ചാൽ, ഞങ്ങൾ സാറ് ആ ഒരു പാരഗ്രാഫ് ഒരു ദിവസം പഠിപ്പിക്കും. ചെറിയൊരു പാരഗ്രാഫ്, ഇൻട്രൊഡക്ഷൻ മാത്രം, ആരെഴുതി എന്നുള്ളതിനെക്കുറിച്ച്. എന്നിട്ട് പറയും നാളെ ഇത് എഴുതി കാണിക്കാൻ പറയും. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഭയങ്കര പഠിത്തത്തോടെ പഠിത്തം. പക്ഷെ മനസ്സ് നിൽക്കത്തില്ല, പെട്ടെന്ന് പറഞ്ഞു. അതുപോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ശരിക്കും. എന്നിട്ട് നമ്മൾ അവസാനം സാറൊരു പ്രത്യേക ഒരു ക്യാരക്ടറാണ്. അധികം ചിരിക്കുക പോലും ചെയ്യാത്ത ഒരു സാറാണ്. സാർ അങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് മറ്റുള്ള കുട്ടികൾ പഠിക്കുന്നത്, ആ ഒരു സ്ട്രിക്റ്റായിട്ടിരിക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ സാറിന് തെറ്റ് പറയത്തില്ല. അങ്ങനെ വേണം, എന്നാലേ പലപ്പോഴും കുട്ടികൾ പേടിച്ചെങ്കിലും പഠിക്കുകയുള്ളൂ. അപ്പം സാറിങ്ങനെ പറഞ്ഞു എഴുതി കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസമായി. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് എഴുതുന്നു, പഠിക്കുന്നു, ഓർത്ത് വയ്ക്കുന്നു, എഴുതി നോക്കി. ഓക്കെ, ഏകദേശം എല്ലാം ഒപ്പിച്ച്, വലിയ കുഴപ്പമില്ലാതെ ആ ഒരു പാരഗ്രാഫ് എഴുതി പഠിച്ചു, ഓക്കെ ആക്കി. പിറ്റേ ദിവസം ചെന്നു എഴുതാൻ തുടങ്ങിക്കും. എഴുതി ഓർത്തൊക്കെ എഴുതി എങ്ങനെയൊക്കെയോ ഒപ്പിച്ച്. പക്ഷേ സ്പെല്ലിങ് മിസ്റ്റേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ മാറിയതായിട്ട്, അയ്യോ സാർ നമുക്കറിയില്ല, ടീച്ചേഴ്സ് വന്നാൽ റെഡ് അല്ലെങ്കിൽ ഗ്രീൻ, ഇത് ഏതെങ്കിലും മഷി വെച്ചിട്ടാണല്ലോ ഇങ്ങനെ അടയാളം ചെയ്തു പോകുന്നത്. സാറ് വട്ടം വരച്ച എൻ്റെ പേപ്പർ കണ്ടിട്ട് എനിക്ക് തന്നെ ബോധക്കേട് വരുന്ന രീതിയിലായിരുന്നു. അതേപോലെ വരച്ചു വെച്ചേക്കാം. സാറിൻ്റെ ആ ദേഷ്യം ആ പേപ്പറിൽ മൊത്തം വരച്ചു വെച്ചിട്ടുണ്ട് എല്ലാവരുടെ. എനിക്ക് മാത്രമല്ല, എനിക്കായിരുന്നു ഏറ്റവും കൂടുതലും തോന്നുന്നു അങ്ങനൊരു വട്ടം. അടുത്ത ആൾക്കും ഇതുപോലൊക്കെ തന്നെ. ഞാൻ അത്ഭുതപ്പെട്ടു, ദൈവമേ ഞാൻ ഇത്രയും കുത്തിയിരുന്ന് പഠിച്ച് ഇന്നലെ ഓക്കെ ആക്കി എഴുതി പഠിച്ചിട്ടാണ് ഇന്ന് ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് ഞാൻ ഈ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ എന്താ ഇങ്ങനെ മാറിപ്പോയെന്നുള്ള ഇതിൽ എനിക്ക്. പക്ഷെ സാറൊന്നും പറയുന്നില്ല, കാരണം സാറിനറിയാം ഇത് പതുക്കെ റെഡിയാകത്തുള്ളൂ. ഒത്തിരി പേരെ കാണുന്നില്ല. അപ്പം എന്താണ് ഇതിങ്ങനെ പോയെങ്കിൽ നാളെ ഇത് തന്നെ എഴുതണം. ഇന്ന് ഒരു പാരഗ്രാഫ് പഠിപ്പിക്കും, അതും കൂടെ ചേർത്ത് 2 പാരഗ്രാഫ് നാളെ എഴുതണം.
അങ്ങനെ ആദ്യം 2-3 ദിവസം ഉണ്ടല്ലോ ഭയങ്കര പ്രശ്നമായിരുന്നു, ഭയങ്കര പ്രശ്നം. പിന്നെ നമ്മൾ പഠിക്കാൻ തുടങ്ങി വരുമ്പോൾ നമ്മുടെ മനസ്സിനെ നമ്മൾ പിടിച്ചെടുത്ത് നിൽക്കാൻ തുടങ്ങുമ്പോൾ പതുക്കെ ഈ മറവികളും ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളുടെ പ്രശ്നമാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുന്നത് നമ്മൾ പഠിച്ച സ്പെല്ലിങ് മറന്നു പോകുന്നതുകൊണ്ടാണല്ലോ. അതുമെല്ലാം ക്ലിയർ ചെയ്ത് ആ സാറ് എന്താണ് ഓരോ വാക്കിനിടുന്ന വട്ടത്തിൻ്റെയും ഇൻറ്റുൻ്റെയൊക്കെ എണ്ണം കുറഞ്ഞു വന്നു. അങ്ങനെ വളരെ നോർമൽ എന്നുള്ള രീതിയിലേക്ക് വന്നു എൻ്റെ ആ പഠിത്തവും ആ ഒരു എഴുത്തുമൊക്കെ. പിന്നീട് നമുക്കെന്താണ്, നമ്മൾ 1 പാരഗ്രാഫ് 2 പാരഗ്രാഫ് ഒരു എസ്സേ ഫുള്ള്, അപ്പം 3-4 പിന്നെ പാരഗ്രാഫ് കാണുമല്ലോ, ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ കാണും എസ്സേ. അപ്പോൾ അങ്ങനെയുള്ള ഒറ്റ എസ്സേ മൊത്തത്തോടെ എഴുതി കാണിക്കാൻ തുടങ്ങി. പിന്നെ അടുത്ത എസ്സേ തുടങ്ങുമ്പോൾ ഈ ഒരു എസ്സേയും അടുത്ത ഒരു ഫസ്റ്റ് പാരഗ്രാഫ് ഇടയ്ക്ക് നമ്മളെക്കൊണ്ട് എല്ലാം ഒന്നുകൂടെ എഴുതിപ്പിക്കും. അങ്ങനെ അതിൽ എനിക്ക് തോന്നുന്നു 15 എസ്സേയാണ്. അതിൽ 10 എണ്ണം മസ്റ്റായിട്ട് പഠിക്കണം, എങ്കിലും നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ, അതിൽ ഉറപ്പ് കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഈ 10 എസ്സേയും സാറ് പഠിപ്പിച്ചു, ഞങ്ങളെല്ലാം ഓക്കെ ആക്കി. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, ഈ 10 എണ്ണം കഴിഞ്ഞിട്ട് ബാക്കി 5 എസ്സേ ഉണ്ടല്ലോ, നമ്മളേതായാലും സമയമുണ്ടല്ലോ, ഈ 5 എസ്സേയുടെ ഫസ്റ്റ് പാരഗ്രാഫ്, അതായത് ആരാണ് എഴുതിയിട്ടുള്ള എന്ന് തുടങ്ങുന്ന ആ ഒരു പാരഗ്രാഫ്, അതും കൂടി ഞാൻ 1-2 എണ്ണം പഠിച്ചു വെച്ചു, സമയം കിട്ടിയ രീതിയിൽ. കാരണം നമുക്ക് ഏതെങ്കിലുമൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് നമുക്ക് എഴുതാൻ പറ്റണം എന്നുള്ള രീതിയിൽ. അന്നൊക്കെ ഈ തനിയെ ഇംഗ്ലീഷ് എഴുതുക എന്നുള്ള ഒരു രീതി. അപ്പം ഞാൻ ഒരു പ്രാവശ്യമൊക്കെ പഠിക്കാതൊക്കെ പോകും, എന്നിട്ട് കഥ ഓർത്ത് വെച്ചിട്ട് പൊട്ടത്തരം എല്ലാം എഴുതി വെച്ച് 73 മാർക്കൊക്കെ മേടിക്കും. പൊട്ടത്തരമാണെന്ന് ഇപ്പോഴാണ് എനിക്ക് കൂടുതൽ വ്യക്തമായി മനസ്സിലായത്. പിന്നെ അത് എന്താ പറയുക, കണ്ടിട്ടുള്ള എന്താണ് സാറ് അല്ലെങ്കിൽ ടീച്ചർ ഇതൊക്കെ എങ്ങനെയൊക്കെ മനസ്സിലാക്കിയാണ് ഇത്ര മാർക്ക് തന്നിട്ടുള്ളതെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം എത്ര 2-3 പിന്നെ ഇതിനും കൂടെ ചേർത്തിട്ടാണ്, ഒറ്റ ഇതിനല്ല കേട്ടോ, 3 പേപ്പറും കൂടെ ചേർത്തിട്ടാണ് ഈ 73, 76 ഒക്കെ വരുന്നത്. പഠിക്കത്തില്ല, മടി, കാരണം മനസ്സ് നമ്മുടെ കയ്യിലല്ല, നമ്മൾ പഠിക്കാതിരിക്കുകയാണല്ലോ. പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കിട്ടില്ല. പിന്നെ അത് നമ്മൾ ഈ ഒരു വിഷയത്തിനോടാണ് ഇത്രയും വെറുപ്പ് മാറ്റി വച്ചിരിക്കുന്നത്. ഒന്നിച്ചെഴുതിയെടുക്കാം, പിന്നീട് എഴുതാം, ഇതും കൂടെ വേണ്ട എന്നുള്ള ചിന്തയാണ് കൂടുതൽ. അപ്പോൾ അങ്ങനെ പോകുന്നതാണ് ആ വിഷയം. അല്ലെങ്കിൽ പിന്നെ +2 വരെ അത്ര നന്നായിട്ട് പഠിച്ചിട്ട് പിന്നെ അത് മാറ്റി വെക്കേണ്ട കാര്യമുണ്ട്. അതാണ് നമ്മളുടെ ആ സാഹചര്യങ്ങൾ നമ്മളെ ഉഴപ്പുന്നതും നമ്മളുടെ മനസ്സ് നമ്മുടെ കൈവിട്ട് പോകുന്നതുമാണ് അങ്ങനെ സംഭവിക്കുന്ന പഠിത്തം. എന്നിട്ട് ഞാൻ പരീക്ഷ എഴുതി. എനിക്ക് ചിലതൊക്കെ എനിക്ക് എന്താണ്, അപ്പോൾ എൻ്റെ കൂടെയുള്ള ഒരു കുട്ടി അന്ന് കല്യാണം കഴിഞ്ഞ് പ്രഗ്നൻ്റാണ്. അപ്പോൾ അവളുടെ അതിൻ്റെതായിട്ടൊരു ബുദ്ധിമുട്ട്. അപ്പം ഞാൻ എഴുതി കഴിഞ്ഞിട്ട് ഈ പേപ്പർ തെറ്റാണെങ്കിലും ഇങ്ങനെ സൈഡിലൊക്കെ വെച്ച് കൊടുക്കും. അവൾക്ക് കുറച്ചൊക്കെ അറിയാം, ബാക്കിയൊക്കെ അവൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എഴുതി. അവൾക്കും കിട്ടി. പക്ഷെ ഞാൻ വലിയ കാര്യമായിട്ട് സാറിനോട് പറഞ്ഞപ്പോഴത്തേക്ക് സാറിനെ ചീത്ത പറഞ്ഞു തെറിയൊന്നുമല്ല, വഴക്ക് പറഞ്ഞു. അതാണ് പിന്നീട് എനിക്ക് തോന്നി. പക്ഷെ എൻ്റെ മനസ്സിൽ അതൊരു വലിയ തെറ്റായിട്ട് തോന്നിയില്ല, ഇപ്പോഴും എനിക്ക് തോന്നുന്നു. കാരണം അവരുടെ സാഹചര്യം അതാണ്. പക്ഷെ ആ സമയത്തൊക്കെ വലിയ പ്രായമുള്ള ആളുകളൊക്കെ വന്നിട്ട് ലാസ്റ്റ് ചാൻസാന്നൊക്കെ പറഞ്ഞിട്ട് കോപ്പി അടിക്കാനൊക്കെ വന്നു. പക്ഷേ അവിടെ നിന്നവരൊന്നും സമ്മതിച്ചൊന്നുമില്ല കേട്ടോ. അവർ മുതിർന്ന ടീച്ചേഴ്സിനെയൊക്കെ വിളിച്ചു, നിങ്ങൾക്ക് എഴുതണമെങ്കിൽ ഇത് എഴുതിയിട്ട് പോകാം, അല്ലാതെ ഇങ്ങനെ കോപ്പി അടിച്ചിട്ട് ലാസ്റ്റ് ചാൻസാണ് എന്ന് പറഞ്ഞ് നടക്കത്തില്ലെന്ന് തന്നെ അവർ പറഞ്ഞു. അങ്ങനെ അന്നൊക്കെ കിട്ടിയിട്ടൊന്നും കാണില്ല, കാരണം നമുക്കറിയാവുന്നവരൊക്കെ ഉണ്ട്, നല്ല പ്രായമുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അങ്ങനെയൊക്കെയാണ് ആ ഡിഗ്രിയുടെ കടമ്പ കഴിഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് PG എന്നുള്ളത് എൻ്റെ മനസ്സിലേക്ക് പണ്ട് തൊട്ടേ കിടക്കുന്ന ഒരു കാര്യമാണ്, MAക്ക് പോകണം എന്നുള്ളത്. അതും എനിക്ക് സാധ്യമായത് ഈ പഠിത്തം പിന്നെ കണ്ടിന്യൂ ആയിട്ട് വന്നതുകൊണ്ടാണ്. അപ്പം ഡിഗ്രി കഴിഞ്ഞാൽ പിന്നീട് ആ PG എന്നുള്ളതിന് വലിയ താമസമില്ലാതെ ഞാനതിന് പോയതുകൊണ്ടാണ് എനിക്ക് ആ ഒരു ഒരു ബാലൻസിങ് വന്നിട്ട് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് നന്നായിട്ട് നിന്നതും പഠിച്ചതും. അപ്പോൾ അതിന് ശേഷം നെറ്റ് എഴുതണമെങ്കിൽ എനിക്ക് ഇത്ര ശതമാനം മാർക്ക് വേണം, 56% മാർക്ക് വേണം നെറ്റ് എഴുതണമെങ്കിൽ. അപ്പം ഞങ്ങളുടെ ക്ലാസ് നടക്കുന്ന സമയത്ത് നെറ്റ് കിട്ടി, പക്ഷേ 56% മാർക്ക്. നെറ്റ് പരീക്ഷ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ടഫാണ്. അപ്പം
നെറ്റ് കിട്ടിയിട്ട് 56% മാർക്കില്ലാഞ്ഞിട്ട് അവർക്ക് ടീച്ചർമാരൊക്കെ ആയിരിക്കാം ഞങ്ങളുടെ ക്ലാസ്സിൽ വന്നിരുന്ന് വീണ്ടും പഠിക്കുന്നുണ്ട് 56% ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാരണം ഈ നമ്മൾ PGക്ക് സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേക്ക് നമുക്ക് നെറ്റ് എഴുതാൻ പറ്റും. അങ്ങനെയാണ് ചിലർ എഴുതുന്നത്. അല്ലാതെ അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നില്ല, 56% ഉണ്ടെങ്കിലല്ലേ എഴുതാൻ പറ്റുള്ളൂ, പിന്നെ എങ്ങനെയാണ് ഇവർക്കിങ്ങനെ സംഭവിച്ചത്? നെറ്റ് കിട്ടി പക്ഷേ PG കിട്ടിയില്ല 56%. അതായത് ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അത് രണ്ടാമത്തെ വർഷം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൽ ഇമ്പ്രൂവ് ചെയ്യുന്ന അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഇത് നെറ്റ് കിട്ടി പക്ഷേ ഇതിങ്ങനെ ചെയ്തെങ്കിൽ മാത്രം അതിനൊരു വാല്യൂ ആകത്തുള്ളൂ. അതാണ് അതിൻ്റെ ഒരു റൂൾസിൻ്റെ പ്രത്യേകത. കുറേ പേരൊക്കെ ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ തന്നെ എഴുതിയ അങ്ങനെ അധികം ആർക്കും കിട്ടത്തില്ല. വിജയശതമാനമൊക്കെ വളരെ കുറവാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി എന്താ പറയുക, ബുദ്ധിപരമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ചേർന്നിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ് കൂടുതലും വരുന്നത്. നമുക്ക് ആലോചിക്കാനൊക്കെ സമയം വേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ഒത്തിരി പ്രാവശ്യം എഴുതണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ നടന്നില്ല. പക്ഷെ ഞാൻ എഴുതും, എന്നായാലും എഴുതും. എങ്ങനെയെങ്കിലുമൊക്കെ കിട്ടണം എൻ്റെ PhD, അതൊക്കെ ഞാൻ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഞാനീ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ മനസ്സിൻ്റെ ആ എന്താ പറയുക യാത്ര, അത് എല്ലാം മനസ്സിൽ കയറി നിന്നിട്ട് മനസ്സ് നമ്മുടെ കൈവിട്ട് പോകുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉള്ള ചിന്തകൾ വരുന്നത്. നമ്മൾ കരുതും അതാണ് ശരി, ഇതാണ് ശരിയെന്ന് വിചാരിക്കും. പക്ഷെ അതൊന്നുമല്ല യഥാർത്ഥത്തിൽ ശരിയെന്ന് പിന്നീട് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വീട്ടുകാരെ വേണ്ടാതെ പോകാൻ തീരുമാനിച്ചാൽ നിങ്ങൾ ആരുടെ ഒപ്പമാണോ പോകുന്നത്, ജീവിത അവസാനം വരെ അവർക്കൊപ്പം നിൽക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചിന്തിക്കണം. പിന്നെ ഒന്നുകൂടെ, നമുക്കൊരിക്കലും നമ്മളുടെ ജീവൻ ഇന്ന് നഷ്ടപ്പെടുമെന്നറിയില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം മോശം അനുഭവങ്ങൾ നമുക്കുണ്ടാകും എന്നൊന്നും നമുക്കറിയില്ല. നമ്മളിന്ന് വിശ്വസിച്ച് കൂടെ പോകുന്ന ആളെ എത്ര നാൾ നമ്മളെ നന്നായിട്ട് നോക്കും, അല്ലെങ്കിൽ ആ വീട്ടിലുള്ളവർ, ഏത് വീട്ടിലേക്കാണോ നമ്മൾ കയറി ചെല്ലുന്നത് ആ വീട്ടുകാർ നമ്മളോട് ഏത് രീതിയിലായിരിക്കും പെരുമാറുക? നമ്മൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മൾ വെറും കൈയോടാണ് കയറി ചെല്ലുന്നത്. ചില ബുദ്ധിമതികൾ എന്ത് ചെയ്യുമെന്നറിയാമോ? വീട്ടുകാരുടെ അവിടെ എന്തൊക്കെ സ്വർണ്ണം ഇരിപ്പുണ്ടോ അത് മുഴുവനും കൂടെ എടുത്തുകൊണ്ട് പോകും. അങ്ങനെ ചെയ്യുന്ന ബുദ്ധിമതികളൊക്കെ ഉണ്ട്. അതൊക്കെ വലിയൊരു എന്താ പറയുക മോശമായ കാര്യമാണ്. കാരണം വീട്ടുകാരെ വേണ്ടാത്തവർക്ക് പിന്നെ അവരുടെ സ്വർണ്ണവും പണത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ഒന്നുകൂടി ആലോചിക്കുക, നമ്മളുടെ ജീവിതം നന്നായിട്ട് പോകണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അവരെപ്പോഴും നല്ലൊരു വിവാഹാലോചനയൊക്കെ കണ്ടെത്തി കൊണ്ടുവരുന്നത്. അവർ നന്നായിട്ട് ആലോചിച്ചും കൊണ്ടൊക്കെയാണ്. അപ്പം ചോദിക്കല് ആലോചിച്ച് കണ്ടിട്ട് എത്രയോ ജീവിതങ്ങൾ തകർന്നു. അതുപോലെ തന്നെ സ്വന്തം ഇഷ്ടത്തിന് പോയിട്ടുള്ള എത്രയോ പെൺകുട്ടികളുടെ ജീവിതം നശിച്ചു പോകുന്നുണ്ട്. രണ്ട് രീതിയിലും സംഭവിക്കാം, പറയുന്നില്ല, രണ്ട് രീതിയിലും സംഭവിക്കാം. പക്ഷേ വീട്ടുകാരുടെ ഇഷ്ടത്തിന് ചെയ്തു കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് നമുക്ക് തിരിച്ചു ചെല്ലാം. ഒരു പ്രശ്നം ഉണ്ടായാൽ അവരെല്ലാം നമുക്കൊപ്പം കാണും. പക്ഷെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മളൊരാളൊപ്പം പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാർ എപ്പോഴും നമ്മുടെ ഒപ്പം തിരിച്ചു ചേരുമെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലർ മരണം വരെ കൂടെ നിൽക്കത്തില്ല. പോയെങ്കിൽ ആ പോയ വഴിക്ക് ഒന്നും കൊടുക്കത്തുമില്ല. ഞങ്ങളെ വേണ്ടാതെ പോയവർക്ക് ഞങ്ങളുടെ വസ്തുവകകളും സ്വർണ്ണവും ആഭരണങ്ങളും ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്ന അച്ഛനും ഉണ്ട്, അമ്മമാരും ഉണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ അവർ തെറ്റ് പറയാൻ പാടില്ല. അപ്പോൾ പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യക്തമായ പ്ലാനോട് കൂടി വേണം മറ്റൊരാളെ ഇഷ്ടപ്പെടാനും അവർക്കൊപ്പം ജീവിക്കാനും. കഴിയുന്നിടത്തോളം നിങ്ങൾ ഒരു കോഴ്സ് പഠിക്കുക. ജോലി കിട്ടാൻ സാധ്യതയുള്ള, എത്രയും പെട്ടെന്ന് ജോലി കിട്ടുന്ന ഒരു കോഴ്സ് കണ്ടെത്തി പഠിച്ചതിന് ശേഷം നിങ്ങൾ വീട്ടിലെന്തായാലും അറിയുമായിരിക്കുമല്ലോ നിങ്ങളുടെ ആ ഒരു ഇഷ്ടത്തെക്കുറിച്ച്. അവരോട് തുറന്ന് പറയും, എനിക്കത് മതി, കല്യാണം കിടത്തുന്നുണ്ടെങ്കിൽ എനിക്ക് നടത്തിത്താ. നിങ്ങൾ അപ്പോഴൊന്നും വീട്ടുകാരെ പേടിച്ച് നിൽക്കേണ്ട കാര്യം. അവർ തല്ലുമായിരിക്കും, ഒരുപാട് ഉപദ്രവിക്കുമായിരിക്കും. അതിലൊന്നും നിങ്ങൾ പേടിക്കല്ല്. ഏതായാലും മറ്റൊരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോകാനുള്ള തൻ്റെ ഇടം കാണിക്കുന്നതിന് ആ ഒരു ചിന്തയെക്കാട്ടിലും എന്തായാലും വലുതല്ല ഈ ഒരു പ്രശ്നങ്ങൾ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പഠിക്കുക. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആദ്യം പഠിച്ച് ഒരു കോഴ്സ് കണ്ടെത്തി നന്നായിട്ട് പഠിച്ച് അത് നമുക്കൊരു ജോലിയാകുമെന്ന് ഉറപ്പായതിന് ശേഷം നിങ്ങളുടെ വീട്ടിൽ അതിൻ്റെ ഇടയ്ക്ക് അറിയുന്നുണ്ടെങ്കിൽ പറയാം, എനിക്കിപ്പം അതിനൊന്നും സംസാരിക്കാൻ താല്പര്യം. പഠിത്തം നിങ്ങൾ ഒരു കാരണവശാലും പകുതിക്ക് വെച്ചിട്ട് പോകരുത്. അങ്ങനെ ഇട്ട് പോയിട്ടുള്ള ഒരുപാട് പേരുണ്ട്.
നമ്മൾ സംസാരിച്ച് വരുമ്പോൾ മിക്കവരും +2 പകുതി അപ്പോഴത്തേക്കും പ്രശ്നങ്ങളായി, അല്ലെങ്കിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ അതുവരെ അത് നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഡിഗ്രിയുടെ പഠിത്തം പകുതി വെച്ച് ഉപേക്ഷിച്ചിട്ടൊക്കെ പോയിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ അതൊക്കെ കേൾക്കുമ്പോൾ എന്ത് സങ്കടം വരുമെന്നറിയാമോ. അപ്പോൾ അവർക്ക് സ്വന്തം ജീവിതത്തിലെ ഇത്ര വലിയ കാര്യമാണ് ഉണ്ടായിട്ട് പഠിത്തമൊന്നും അവർക്കൊരു പ്രശ്നമല്ല അല്ലേ. ഒരു വർഷവും കൂടെ അല്ലെങ്കിൽ 1.5 വർഷവും കൂടെ കാത്തിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് പഠിത്തവുമായി സ്വന്തം ജീവിതമായി. അപ്പോഴത്തേക്ക് ഇത്ര ധൃതി കാണിക്കാൻ അവർക്ക് എന്ത് പ്രശ്നം വന്നിട്ടാണ്, എന്ത് പ്രശ്നമുണ്ട്. ഇപ്പം ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ വീട്ടുകാരറിയും, വീട്ടുകാർ മുറി പൂട്ടിയിടും, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും, നാട് കടത്തും, ഇതൊക്കെയല്ലേ പ്രശ്നം. അപ്പോഴും നിങ്ങൾക്ക് കോളേജിൽ പോകാതായാലും വീട്ടിലിരുന്ന് പഠിക്കാം. നിങ്ങൾ നല്ല ധൈര്യത്തോടു കൂടി പറയാം, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ അയാൾക്കൊപ്പം വിവാഹം കഴിക്കാൻ പറ്റില്ലെങ്കിൽ ഓക്കെ, പക്ഷേ എനിക്ക് പഠിക്കണമെന്ന് നിങ്ങൾ ഉറച്ച മനസ്സോടുകൂടി പറ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്ന കാര്യങ്ങളുണ്ടല്ലോ, നിങ്ങൾക്ക് സ്റ്റേഷനിൽ അറിയിക്കാം. എന്നെ ഇതുപോലെ എവിടെന്നെങ്കിലും ഒരു ഫോൺ നിങ്ങൾക്ക് എന്തായാലും കൈ കാണും, അതുവഴി സ്റ്റേഷനിൽ അറിയിക്കാം, എനിക്ക് പഠിക്കണം, എന്നെ ഇതുപോലെ റൂമിലിട്ടിരിക്കുകയാണ്, വീട്ടിൽ നിന്ന് വെളിയിലിറക്കുന്നില്ല. അവർ വരും, അവർ വന്ന് സംസാരിക്കും, കാര്യങ്ങളൊക്കെ ശരിയാക്കി തരും. അല്ലാതെ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പേടിച്ച് ഉടനെ ഒരാളുടെ പുറകെ ഇറങ്ങിപ്പോവുകയല്ല ചെയ്യേണ്ടത്. അങ്ങനെ പോയാൽ നിങ്ങളുടെ ജീവിതം ഒരിക്കലും സുരക്ഷിതമായിട്ട് പോവില്ല. നമ്മൾ കരുതും നമ്മളെ പൊന്നുപോലെ നോക്കുമെന്ന്. ഇല്ല, വിവാഹത്തോടു കൂടി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങുകയുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരു ഫാമിലിയിൽ ചെന്ന് പെടണം. നല്ല സ്റ്റാൻഡേർഡായിട്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ എല്ലാം മനസ്സിലാക്കുന്ന, വന്നു കയറിയ പെൺകുട്ടിയൊന്നും ഇല്ലാതെ വന്നാലും നല്ല രീതിയിൽ ഞങ്ങൾ നോക്കും, ഞങ്ങളുടെ മകളെ പോലെ എന്ന് മനസ്സോടു കൂടി ഇരിക്കുന്ന രക്ഷിതാക്കളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള വീടുകളിൽ ചെന്ന് കയറണം. അല്ലെങ്കിൽ അങ്ങനെ പോകുന്ന പയ്യന് നല്ലൊരു വരുമാനമുള്ള ജോലി ഉണ്ടാകണം, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല പഠിത്തം ഉണ്ടാകണം. അതെപ്പോഴും നോക്കുക. വെറുതെ 10ാം ക്ലാസ് പോലും പാസ്സാവാത്ത ഒരു പയ്യൻ്റെ കൂടെ ഇറങ്ങി തിരിച്ചാൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം താൻ കെട്ടാൻ പോകുന്ന ആളുടെ വിദ്യാഭ്യാസം എന്താണ്, അവരുടെ വീട്ടിലെ സാഹചര്യങ്ങൾ എന്താണ്, ഇതൊക്കെ അന്വേഷിച്ചിട്ട് വേണം പോകാൻ. ഇല്ലെങ്കിൽ എന്തു ചെയ്യും, നിങ്ങൾ പോകും, വീട്ടുകാർ വേറെ നിവർത്തില്ല, വീട്ടിൽ കയറിക്കോളാൻ പറയും. ആദ്യം നിങ്ങൾ കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ ഗോൾഡോ അല്ലെങ്കിൽ പയ്യൻ്റെ കയ്യിലുള്ളതോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കൂട്ടുകാരൊക്കെ തന്ന കുറച്ച് തുക കാണും, അല്ലെങ്കിൽ ഗോൾഡ് കാണും, അതൊക്കെ കൊണ്ടുപോയി പണയം വെച്ചോ വിറ്റോ കുറേ നാൾ അങ്ങനെ അടിച്ചു പൊളിച്ച് അങ്ങോട്ട് ജീവിക്കും. നിങ്ങളുടെ മനസ്സിലുള്ള കൺസെപ്റ്റിനനുസരിച്ച് നിങ്ങൾ ജീവിക്കും. സിനിമ, ടൂറ്, കുറേ ഡ്രസ്സ് വാങ്ങിക്കൽ, ഫുഡ്, കറക്കം, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴത്തേക്കും കയ്യിലുള്ള പൈസ ഇല്ലാണ്ടാകാൻ തുടങ്ങും. വരുമാനം എന്ന് പറയുന്നത് ജോലി ചെയ്തെങ്കിൽ മാത്രമേ വരുമാനം കിട്ടുള്ളൂ. അപ്പോഴേക്കും നിങ്ങളുടെ കയ്യിൽ പൈസ കുറയുമ്പോഴെന്ത് ചെയ്യും, നിങ്ങളുടെ ആവശ്യങ്ങൾ ഒരുപാടാണ്, പക്ഷേ അത് നിറവേറ്റാനുള്ള പൈസ നിങ്ങളുടെ കയ്യിലില്ലാതെ വരും. അപ്പോൾ പരസ്പരം കുറ്റപ്പെടുത്താൻ തുടങ്ങും അല്ലേ. അങ്ങനെ പിന്നെ ആരെങ്കിലും ഒരാൾ ജോലിക്ക് പോകേണ്ടി വരും. അപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് അപ്പം പയ്യന് ചിലപ്പം അവൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജോലി കിട്ടണമെന്നില്ല. അല്ലെങ്കിൽ പയ്യൻ എന്താണ് കിട്ടുന്നത് തുച്ഛമായ വരുമാനമായിരിക്കും, അത് അവനൊന്നും തികയത്തില്ലായിരിക്കും. ഒരു പക്ഷേ അവന് ഒരു വണ്ടി എടുത്തിട്ടുണ്ടാകും, വണ്ടിക്ക് CC കാണും, അത് ഇത്ര രൂപ അടയ്ക്കേണ്ടി വരും. ചിലപ്പം വീട്ടിലെന്തെങ്കിലും പ്രശ്നം വരും പയ്യൻ്റെ വീട്ടിൽ, അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ടി വരും. അപ്പോൾ ആ വാടക വേണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കായിരിക്കും നിങ്ങളറിയുന്നത് നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു. അപ്പം പിന്നെ ചിലവ് ഇരട്ടിയാവും അല്ലേ. ഹോസ്പിറ്റൽ ചിലവ്, സ്വന്തം ചിലവ്, കുഞ്ഞിന് വേണ്ടിയുള്ള ചിലവുകൾ അല്ലേ. അങ്ങനെ ചിലവുകൾ കൂടി വരും. അപ്പം വരവ് കുറവും ചിലവ് കൂടുകയും ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് ഈ പയ്യൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരും. മിക്കവാറും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ അത്ര മനസ്സുള്ള ആൺകുട്ടികളായിരിക്കണം. അങ്ങനെ മനസ്സുള്ള ആൺകുട്ടികൾ ഒരിക്കലും പെൺകുട്ടിയെ ഈ ചെറുപ്രായത്തിലൊന്നും കൊണ്ടുപോവില്ല. കാരണം അവന് പക്വതയുണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും പറയും, നീ ആദ്യം പഠിക്കൂ. എത്രയോ ആൺകുട്ടികളുണ്ടെന്നറിയാം, നിങ്ങൾ പഠിക്കും. ഇപ്പം നമ്മളുടെ ചില പെൺകുട്ടികളാണ് ഞാൻ വരാം എനിക്കിവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം ആൺകുട്ടികൾ പറയും, നീ ആദ്യം പഠിക്കുകയല്ലേ, പഠിച്ച് കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യും. ഇങ്ങനെ പറയുന്ന ആൺകുട്ടികളൊക്കെ ഉണ്ട്.
അപ്പോൾ നമ്മളുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് നമ്മൾ തീരുമാനിക്കുക. മാക്സിമം പഠിക്കുക. ഒരു ജോലി കിട്ടുന്ന രീതിയിലുള്ള പഠിത്തം നിങ്ങൾ പെൺകുട്ടികൾ ഉറപ്പാക്കും വെച്ചതിന് ശേഷം മാത്രമേ ഇങ്ങനെ ഒരാളുടെ ഒപ്പം പോകണമെന്ന് വിചാരിച്ച് നിൽക്കുകയാണെങ്കിൽ പോകാവുള്ളൂ. തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് അവരുടെ 1 രൂപ പോലും ആവശ്യപ്പെടാൻ പാടില്ല. അച്ഛനും അമ്മയ്ക്കും തോന്നുകയാണ് തൻ്റെ മോളെ വേണം, അവൾക്ക് കൊടുക്കാനുള്ളത് കൊടുക്കണം എന്ന് ആഗ്രഹിച്ച് നിങ്ങളെ തേടി വരികയാണെങ്കിൽ നിങ്ങൾ ആദ്യം അച്ഛനും അമ്മയെ സ്വീകരിക്കുക. പിന്നീട് അവർ നിർബന്ധിക്കുകയാണെങ്കിൽ അവർ തരുന്നത് സ്വീകരിക്കുക. അതാണ് അന്തസ്സ് അല്ലേ? തീർച്ചയായിട്ടും അതാണ് അന്തസ്സ്. അല്ലാതെ അതെ നമുക്ക് എത്രയും പെട്ടെന്നൊരു കുഞ്ഞൊക്കെ അയക്കണം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ നിൻ്റെ വീട്ടുകാർ പതുക്കെ ഇങ്ങോട്ട് വരും. അപ്പം വന്നു കഴിയുമ്പോൾ നിനക്ക് തരാനുള്ളതൊക്കെ തരും. അപ്പം നമുക്കതുകൊണ്ട് അടിപൊളിയായിട്ട് ജീവിക്കാം. ഇന്ന് ഇങ്ങനത്തെ തരത്തിലുള്ള കാൽക്കുലേഷനുമായിട്ട് ഒരു പെണ്ണും ചെറുക്കനും ജീവിക്കാൻ തുടങ്ങണ്ട. നിങ്ങളുടെ ഈ കാൽക്കുലേഷൻ ഇങ്ങനെയാണെങ്കിൽ ആ അച്ഛനും അമ്മയ്ക്കും പല പല കാൽക്കുലേഷൻ മകളെക്കുറിച്ചുണ്ടായിരുന്നു. അതെല്ലാം ഇല്ലാണ്ടാക്കി നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ നാണക്കേടുണ്ടാക്കി ഒരു പരിചയം അറിവില്ലാത്ത നാട്ടിൽ പോയി അല്ലേ ഒരുത്തൻ്റെ ഭാര്യയായിട്ട് ജീവിക്കും. അങ്ങനെയൊക്കെ ജീവിക്കുക ആരും അത് അച്ഛനും അമ്മയൊന്നും പെട്ടെന്ന് ഉൾക്കൊള്ളണമെന്നില്ല. അപ്പം ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം പെൺകുട്ടികളെ നിങ്ങൾ മറ്റൊരാൾക്കൊപ്പം ഒളിച്ചോടുക, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആളുടെ കൂടെ ഇറങ്ങിപ്പോകാൻ. എല്ലാം ഫേസ് ചെയ്യാൻ തയ്യാറായിക്കോണം. ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട്. നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറത്തായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ. കാരണം സാധാരണ എന്താ പറയുക, വീട്ടുകാർ നടത്തി തന്നാലും അല്ലാതെ സ്നേഹിച്ചു കിട്ടിയാലും സ്നേഹത്തോടെ കഴിയുന്നവരാണെങ്കിൽ പോലും അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. ജീവിതമാണ് ഇന്നത്തെ പ്രശ്നങ്ങളല്ല നാളത്തെ പ്രശ്നം, നാളത്തെ പ്രശ്നമല്ല മറ്റന്നാളത്തെ പ്രശ്നം. ചില പ്രശ്നങ്ങൾ നമുക്ക് പണം കൊണ്ട് പരിഹരിക്കാൻ പറ്റും. പണം കൊടുത്താൽ പോലും പരിഹരിക്കാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. നമ്മൾ ഒരുപാട് മോശം വാക്കുകൾ കേൾക്കേണ്ടി വരും, തള്ളിപ്പറയലുകളുണ്ടാവും. ഈ പറയുന്ന ഇന്ന് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പയ്യൻ നാളെ നിങ്ങളെ തള്ളിപ്പറഞ്ഞെന്നും വരാം, നിങ്ങളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞെന്ന് വരാം, ചിലപ്പോൾ നിങ്ങളെ ഇറക്കി വിട്ടെന്ന് വരാം, ചിലപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾക്കൊന്നും പണം തന്നില്ലെന്ന് വരാം. ആ വീട്ടിലുള്ളവർ നിങ്ങളെ വളരെ മോശമായിട്ട് കാണുന്നുണ്ടാവാം. ഒരുപാട് മോശം അനുഭവങ്ങൾ നിങ്ങൾക്ക് ആ വീട്ടിൽ നിന്ന് ഉണ്ടാവാം. ചിലപ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് നിങ്ങൾ കരയുന്ന സന്ദർഭം വരെ ഉണ്ടാവാം. എല്ലാം ഉണ്ടാവും. ഒരാളുടെ ജീവിതത്തിൽ നിങ്ങളോട് ഞാൻ ഇതിലും വ്യക്തമായിട്ട് എനിക്ക് പറയാനറിയില്ല. ഒരാളുടെ ജീവിതത്തിൽ എന്തെല്ലാം മോശം കാര്യങ്ങൾ സംഭവിക്കാം എന്ന് നിങ്ങൾ ആലോചിക്കുക. ഏറ്റവും മോശമായൊരു അവസ്ഥയെന്ന് പറയുന്നത് ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുക എന്നുള്ളതാണ് അല്ലേ? അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം. അതുൾപ്പെടെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ മോശമായിട്ട് സംഭവിക്കാമോ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് വേണം ഇത്തരത്തിലൊരു ജീവിതത്തിലേക്ക് എടുത്തു ചാടാൻ. ഇല്ലെങ്കിൽ എന്തു ചെയ്യും? നമ്മൾക്ക് ചിന്ത മൊത്തമുണ്ട്. ഏതൊക്കെ രീതിയിലുള്ള സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാമോ അതെല്ലാം എനിക്ക് ഈ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് മൂലം കിട്ടും, അല്ലെങ്കിൽ അയാൾക്കൊപ്പം ജീവിക്കുമ്പോൾ കിട്ടും എന്നുള്ള ഒറ്റ പ്രതീക്ഷയുമായിട്ടാണ് എല്ലാവരും ഈ പോസിറ്റീവ് ചിന്തകളുമായിട്ടാണ് ജീവിതത്തിലേക്ക് പോകുന്നത്. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് ഒരു നെഗറ്റീവ് ഉണ്ട് എന്ന് ആരും ചിന്തിക്കത്തില്ല. ഇങ്ങനെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ നെഗറ്റീവിനെ കുറിച്ച് കൂടി ചിന്തിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ തകർന്നു പോകും. ലാസ്റ്റ് എന്ത് ചെയ്യണം? ജീവിതം അവസാനിപ്പിക്കാൻ വരെ തോന്നും. ചിലരെന്ത് ചെയ്യും? പിടിച്ചു നിൽക്കും, നാണക്കേട് ഓർത്ത്. എന്തിനാണ് അങ്ങനെ പിടിച്ചു നിൽക്കുന്നത്? നാണക്കേടിന് വേണ്ടിയിട്ട് ജീവിക്കും, നാണക്കേട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴും നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യൂ, ഞാൻ പറഞ്ഞുതരാം. കാരണം ഒരുപാട് ആളുകൾ എന്നോട് സംസാരിക്കാറുണ്ട് ഓരോരോ പ്രശ്നങ്ങൾ. അപ്പോഴൊക്കെ എനിക്കറിയാവുന്ന പരിഹാരങ്ങൾ ഞാൻ പറയാറുണ്ട്. പിന്നെ എൻ്റെ ജീവിതം, എൻ്റെ ചിന്തകൾ, എൻ്റെ കണ്ടെത്തലുകൾ ഇതൊക്കെ ഞാൻ ഓരോരുത്തരുമായിട്ട് പങ്കുവയ്ക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഒരുപാട് പ്രശ്നങ്ങൾ നേരിടാൻ തയ്യാറാണെങ്കിൽ അതെല്ലാം താങ്ങാനുള്ള മനക്കരുത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളോടൊപ്പം നിങ്ങൾക്ക് പോവാം. വീട്ടുകാരോട് പറയാം, എനിക്ക് അയാളെ ഇഷ്ടമാണ്, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നു
കല്യാണം നടത്തി തരുമോ ചോദിക്കാം. നിങ്ങൾ അച്ഛനും അമ്മയല്ലേ, എന്തായാലും നിങ്ങൾ മറ്റൊരാളുടെ കൂടെ താമസിക്കാൻ പോകണം. അതിന് മുമ്പ് നിങ്ങളൊരു വാക്ക് ചോദിക്കാം, നിങ്ങൾ നടത്തി തരുമോ? ഇല്ല എന്നാണെങ്കിൽ ഞാൻ അയാൾക്കൊപ്പം പോകും. ചിലരെന്ത് ചെയ്യും, ശരി നിനക്ക് അങ്ങനെ പോകണ്ട, ഞങ്ങൾ നടത്തി തരാം, പക്ഷേ ആ ഒന്ന് കല്യാണം കഴിച്ച് അവൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നതോടുകൂടി നീയും ഞങ്ങളും തമ്മിലുള്ള ബന്ധം തീരും എന്ന് പറയും. ശരി ആയിക്കോട്ടെ, തീർന്നോട്ടെ. പക്ഷേ വീട്ടുകാരായിട്ട് നടത്തി തരുന്നില്ലേ? 10 പേരുടെ മുന്നിൽ വെച്ച് താലി കെട്ടി ഇടുന്നില്ലേ? ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്വർണ്ണങ്ങളൊക്കെ തരുമായിരിക്കും. കിട്ടുന്നതാവട്ടെ, അതൊക്കെ നശിപ്പിക്കാതെ സേഫായിട്ട് വെക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കാരണം നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കാൻ ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. വേറെ ഒന്നും വേണ്ട. നമ്മൾ സ്വർണം കൊണ്ടുപോയി വിൽക്കുന്നു. ആ വിൽക്കുമ്പോൾ സമയത്ത് നമുക്കൊരു ഗ്രാമിൽ അവർ എത്ര രൂപ കുറയ്ക്കുമെന്നറിയാമോ? അതായത് ഒരു പവന് എന്ന് പറയുന്നത് 8 ഗ്രാമാണ്. 1 ഗ്രാമിൽ എന്തായാലും 1000 രൂപയ്ക്ക് മുകളിലവർ കുറയ്ക്കും, മിക്കവാറും ജ്വല്ലറിക്കാരല്ല. അപ്പോൾ തന്നെ എത്രയായി? ഒരു പവനിൽ 8 വെച്ചിട്ടാണെങ്കിൽ 8000 രൂപയായി. 1000 രൂപ വെച്ചുള്ള കണക്ക് 8000 രൂപ ഒന്ന് ആലോചിച്ച് നോക്കി. എങ്കിൽ ഇതേപോലെ ഒരു പവൻ സ്വർണ്ണം നിങ്ങൾ വാങ്ങിക്കാൻ ചെന്നാൽ എന്തായാലും 5000 രൂപയ്ക്ക് അടുത്ത് നിങ്ങളുടെ അധികം ചിലവാകും ഇല്ലേ? പണിക്കൂലി അത് ഇതെന്ന് പറഞ്ഞിട്ട് സ്വർണത്തിൽ നിന്നുള്ള എന്താണോ സ്വർണത്തിൻ്റെ വില എന്താണോ നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആഭരണത്തിൻ്റെ വെയിറ്റ്, സ്വർണത്തിൻ്റെ വെയിറ്റ്, ആ വെയിറ്റിനുള്ള മൂല്യം എത്രയാണോ അതിൽ നിന്ന് എന്തായാലും കൂടുതൽ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും അല്ലേ? അതാണ് വ്യത്യാസം. അപ്പം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഇത്രയും രൂപ കിട്ടത്തില്ലെന്ന്, പക്ഷെ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ കിട്ടില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന വിലയ്ക്ക് കിട്ടില്ല. അതാണ് എപ്പോഴും സ്വർണം സംരക്ഷിച്ച് മാക്സിമം മിക്കവരും സ്ത്രീകളൊക്കെ എന്തുകൊണ്ടാണ് സ്വർണത്തിന് വേണ്ടി കൂടുതൽ ഇത് ചെയ്യുന്നത്? അതൊരു അസറ്റാണ്, അതൊരു വലിയൊരു മൂല്യമാണ്. ഇടയ്ക്ക് സ്വർണത്തിന് വില കുറയുമെങ്കിലും ഇപ്പോൾ ഒരിക്കലും അങ്ങനെ താഴോട്ട് പോയിട്ടില്ല. 1000 2000 കുറഞ്ഞാൽ ഇത്തിരി കഴിയുമ്പോൾ അതിൻ്റെ ഇരട്ടിയായിട്ട് കൂടും. എനിക്കൊക്കെ ഓർമ്മയുണ്ട് 12000 20000 ആ ഒരു ടൈമിൽ ആ ഒരു വിലയിലേക്ക് ഒരു പവൻ്റെ സ്വർണം മേടിച്ചത്. ആ 20,000 രൂപ കിടന്ന സ്വർണത്തിൻ്റെ വില ഇപ്പോൾ 72,000 രൂപയായി. എന്നാലോചിച്ച് നോക്കി, 5ഉം 2ഉം 7 അല്ലേ? 52,000 രൂപയ്ക്ക് മുകളിൽ വില കൂടി, ഇനിയും കൂടും. ഇനി അങ്ങോട്ട് ചിലപ്പം ഒരു പവൻ്റെ വില 1,00,000 രൂപയിലെത്താൻ അധികം നാൾ വേണമെന്നില്ല. പിന്നെ വല്ലവിടെ ഒക്കെ കുഴിച്ച് ചെല്ലുമ്പോൾ വല്ല സ്വർണ്ണഖനിയും കണ്ട ഈ കൂടിയതുപോലെ കുറയാനും മതി. പക്ഷേ ഡിമാൻഡ് എപ്പോഴും ഉണ്ടാവും. കാരണം നിറം പോകാത്ത ഒരു വസ്തുവായതുകൊണ്ട് എല്ലാവർക്കും ആഭരണങ്ങളായിട്ടിടും, ആർക്കും ഇറിറ്റേഷൻസ് ഒന്നുമില്ല അല്ലേ? അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. എൻ്റെ അനിയന് മാത്രമേ ഇറിറ്റേഷൻ ഉണ്ട് കേട്ടോ. അവന് വിവാഹത്തിൻ്റെ മാല ഇട്ടിട്ട് എത്രയും പെട്ടെന്ന് അത് ഊരിയാൽ മതി എന്നുള്ളതായിരുന്നു. ഒരു കുഞ്ഞിലെ ഒരു മോതിരം മേടിച്ച് കൊടുത്തിട്ട് തിരിച്ചൂരിക്കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു എനിക്ക് ചൊറിയുന്നു പറഞ്ഞു. അങ്ങനെ ഉള്ള ആളുകളൊക്കെ ഉണ്ട്. അത് അവരുടെ തോന്നലാണ്, ഇഷ്ടമില്ലാത്തത് കൊണ്ടുള്ള തോന്നലാണ്, അല്ല അതൊന്നുമല്ലല്ലോ. അപ്പോൾ അതേപോലെ തന്നെയാണ് നിങ്ങളുടെ കയ്യിലുള്ള മൂല്യം നഷ്ടപ്പെടാതെ നിങ്ങളെപ്പോഴും അതിനെ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കുക. എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ നേടാനായിട്ട് ശ്രമിക്കുക. സ്വന്തം കഴിവുകൾ എന്തൊക്കെയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് മനസ്സിലാക്കി വയ്ക്കുക. അത് ഏറ്റവും വലിയ കാര്യമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൽ ഒന്നും നേടാൻ പറ്റിയില്ല, നിങ്ങളുടെ സാഹചര്യങ്ങളെല്ലാം വളരെ മോശമായിപ്പോയി, പക്ഷെ ജീവിക്കണം, നിങ്ങൾക്കൊരു കുഞ്ഞുണ്ട് എന്നൊക്കെ നിങ്ങൾ കരുതുക. അപ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കുക, ഈ പഠിത്തം കൊണ്ടോ അല്ലെങ്കിൽ പുറത്തേക്കിറങ്ങി ജോലി ചെയ്യാനോ പോകാനോ ഒന്നും പറ്റാത്ത എനിക്ക് വീട്ടിലിരുന്നു കൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം നോക്കി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ആദ്യം പറയാവുന്നൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു തയ്ക്കാനുള്ള കഴിവുണ്ടോ? അത് പഠിക്കണം. നമുക്ക് വെളിയിൽ പോയി പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പം യൂട്യൂബിലൊക്കെ ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഇതുണ്ട്. അതിനൊക്കെ ഒരു കഴിവ് വേണം, ക്ഷമയും മറ്റു കാര്യങ്ങളും വേണം. എനിക്ക് അങ്ങനെ പഠിച്ചങ്ങനെ എടുക്കാനുള്ള കഴിവൊന്നുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ മടി കൊണ്ട് അത് ഞാൻ ശ്രമിക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യും? തീർച്ചയായിട്ടും തയ്യലെന്നുള്ള രീതിയിൽ ചെയ്യാം. വീട്ടിലിരുന്ന് തയ്ക്കാം ഇല്ലേ? കുഞ്ഞുറങ്ങുന്ന സമയത്തൊക്കെ ഇഷ്ടംപോലെ സമയം കിട്ടും. പകൽ മുഴുവൻ വേണമെങ്കിൽ
ഇപ്പോൾ കുഞ്ഞിനെയൊക്കെ അംഗനവാടിയിലൊക്കെ പോകുന്ന സമയത്തൊക്കെ പകൽ മുഴുവൻ ഒരുപാട് സമയമുണ്ട്. നിങ്ങളുടെ ജോലികളൊക്കെ തീർത്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ 2 പേരുടെയും അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ചിലവുകളൊക്കെ വഹിക്കാനുള്ള തുക കിട്ടും. അല്ലെങ്കിൽ കോഴിയെ വളർത്തുക, പശുവിനെ വളർത്തുക, അതൊക്കെ നിങ്ങളുടെ ആ സമയത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തിന് പറ്റുന്ന കാര്യമാണെങ്കിൽ ചെയ്യാം. ഇപ്പം പഠിത്തമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ട്യൂഷൻ എടുക്കാം. ഒരുപാട് വലിയ ക്ലാസ്സുകളിലേക്ക് എടുക്കാൻ പറ്റില്ല, അത്യാവശ്യം കുറച്ച് ക്ലാസ്സിലേക്ക് എടുക്കാം. അല്ല വരയ്ക്കാനോ അല്ലെങ്കിൽ എഴുതാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിവുകളുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഓർത്ത് എടുക്കുക. എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതം നമുക്ക് കൈവിട്ട് പോകുന്നുണ്ട് എന്ന് തോന്നിയാൽ ഇതൊക്കെ എടുത്ത് നമുക്ക് പ്രയോഗിക്കാം. ഇതിലേതാണ് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുക എന്നറിയില്ല. കാരണം ജീവിതത്തിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുടെ ഒപ്പമാണ് ഈശ്വരൻ എപ്പോഴും ഉള്ളത്, അല്ലെങ്കിൽ ആ ശക്തി എപ്പോഴും ഉള്ളത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നല്ല സമയം ഈശ്വരൻ കരുതി വച്ചിട്ടുണ്ട്. ആ ഒരു സമയത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുക. ആ ഒരു സമയം നിങ്ങൾക്ക് വരും. അപ്പോൾ അതുകൊണ്ട് തളർന്നു പോകരുത്. ഏതായാലും പെൺകുട്ടികളെ, നിങ്ങളങ്ങനെ ഒരാളുടെ കൂടെ ജീവിക്കാൻ പോകും. നിങ്ങൾ തീരുമാനമെടുത്തു, ജീവിതം തുടങ്ങി. ഇനി നിങ്ങൾക്ക് മറ്റൊന്നും അതിൽ നിന്ന് നേടാനും ഇല്ല, നഷ്ടപ്പെടാനും ഇല്ല. പക്ഷേ ജീവിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കഴിവുകളെ പൊടിതട്ടിയെടുക്കുക. നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ സ്വയം ഒന്ന് ആലോചിക്കുക. അല്ലേ? നമ്മൾക്ക് വെറുതെ കിട്ടുന്ന സമയം വെറുതെ ഉറക്കത്തിലൂടെ മാത്രം നഷ്ടപ്പെടുത്തി കളയില്ല. ഒരുപാട് പേരുണ്ട് വെറുതെ ഉറങ്ങുന്ന ശീലമായിട്ടുള്ള കുട്ടികൾ. ഇപ്പം ഞങ്ങൾ വൈകുന്നേരം നടക്കാനിറങ്ങുമ്പോൾ കുട്ടികൾ, കാരണം അവർക്ക് വെറുതെ ഇരിക്കും, ബോറടിക്കും, ഒന്നും ചെയ്യാനില്ല. അപ്പോൾ എന്താണ്? ഉറക്കമാണ്. പകലൊക്കെ കിടന്ന് ഉറങ്ങുകയാണ് വെറുതെ. കാരണം വെക്കേഷൻ എന്ന് പറഞ്ഞാൽ പണ്ടായിരുന്നു വെക്കേഷൻ വരാൻ കാത്തിരിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന സമയം. പക്ഷേ ഇപ്പോഴെന്താണ്? ആർക്കും എങ്ങോട്ടും പോകാനില്ല. എല്ലാവരും ഒന്നേ ടി വി കാണുക അല്ലെങ്കിൽ ഉറങ്ങുക, ഇതല്ലാതൊന്നുമില്ല. അതാണ് ഇന്നത്തെ കുട്ടികൾക്കിടയിൽ വന്നിട്ട് ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഉറങ്ങാതെ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയം നിങ്ങൾക്ക് ഉറങ്ങാം. ഒരാൾക്ക് ഒരു പ്രായപൂർത്തിയായ ഒരാൾ 6 മുതൽ 8 മണിക്കൂറൊക്കെ ഉറങ്ങുന്നത് തന്നെ ധാരാളം. അത്രയും മണിക്കൂറത്തെ ഉറക്കം നല്ല രീതിയിൽ ഉറങ്ങുക എന്നുള്ളതാണ്. ഇപ്പോൾ 6 മണിക്കൂർ ഉറങ്ങുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് 6 മണിക്കൂർ ഡീപ്പായിട്ട് ഉറങ്ങണം എന്നുള്ളതാണ്. ഇപ്പോൾ 8 മണിക്കൂർ അങ്ങനെ ഉറങ്ങാം. നമ്മൾ ക്ഷീണം എപ്പോൾ തോന്നും? ചില സമയത്ത് നമുക്കിങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് കിടക്കാൻ തോന്നും. പക്ഷെ നമ്മൾ ആ സമയത്തൊന്ന് കണ്ണടച്ചൊന്ന് മയങ്ങണം. അത് നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ബ്രെയിൻ അത്ര കഷ്ടപ്പെടുന്നുണ്ട്. ബ്രെയിനൊരു റെസ്റ്റ് ചോദിക്കുകയാണ് നമ്മുടെ അടുത്ത്. ഇതേ വെറുതെ പറയുന്നതല്ല കേട്ടോ, ഞാൻ വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് ഉള്ള കാര്യമാണ്. അത് വിശ്വസിക്കുക. നമ്മുടെ ബ്രെയിൻ അത്ര ചില സമയത്ത് നമ്മൾ അറിയാതെ പോലും നമ്മളങ്ങ് കണ്ണടച്ച് പോകുന്ന പോലുള്ള ഫീല് വരും. ആ സമയത്ത് നമ്മൾ ഒരിക്കലും ആ ഒരു ഉറക്കത്തിനെ ശല്യം ചെയ്യരുത്. ആ ഉറക്കം ഇല്ലാണ്ടാവാൻ വേണ്ടി പോയി മുഖം കഴുകുകയോ എണ്ണീറ്റ് നടക്കുകയോ ചെയ്യല്ലേ. അത് നമ്മളെ തളർത്ത് താഴെ ഇടാൻ അത് മതി. നമുക്ക് എന്താ പറയുക, ആ ഒരു ബാലൻസിക്ക് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും എണ്ണീക്കുമ്പോൾ. അത്തരത്തിലുള്ള ഉറക്കത്തിൽ നിങ്ങൾ കസേരയിൽ ഇരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം കണ്ണടയ്ക്കുക. 1 മിനിറ്റ് നിങ്ങൾ കണ്ണടച്ചിരിക്കുക. ആ 1 മിനിറ്റ് നിങ്ങൾ ബ്രെയിൻ പെട്ടെന്ന് ഉറങ്ങി എഴുന്നേക്കും. അതായത് അതിൻ്റെ ജോലി പെട്ടെന്ന് ചെയ്ത് തീർക്കും. ആ ഒരു സമയം മതി. അത് നിങ്ങളെപ്പോഴായാലും നിങ്ങൾക്ക് അങ്ങനെ തോന്നണമെങ്കിൽ ആ സമയം നിങ്ങൾ ഉറങ്ങിയേ മതിയാവും. അപ്പോൾ ചില സമയത്ത് എനിക്കിങ്ങനെ ഒരു ഫീൽ വരും, നല്ല പോലെ ഒരു ഫീൽ. അപ്പോൾ ഞാൻ കുഞ്ഞിനോട് പറയും, ഞാൻ 4 വശം നോക്കും. ആ ഒരു ഫീൽ വരുമ്പോൾ നോക്കും. കതകും ജനലൊക്കെ അടച്ചിട്ടിരിക്കുകയാണോ, അപകടം വരുത്തുന്ന ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് ഞാൻ കുഞ്ഞിനോട്, അമ്മ ഒന്ന് മയങ്ങുകയാണേ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്ന് നിൽക്കും. എന്തെങ്കിലുമൊക്കെ എന്നെ ശല്യം ചെയ്യുന്ന രീതിയിലൊക്കെ ഒപ്പിക്കും. പക്ഷേ ഞാൻ 1 മിനിറ്റ് അല്ലെങ്കിൽ 1 സെക്കൻഡ് എന്നുള്ള രീതിയിൽ ഞാനൊന്ന് കണ്ണടച്ച് ഞാനൊന്ന് മനസ്സിനെ കൂളാക്കും. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെല്ലാവർക്കും ആ ഒരു ഫീലുണ്ട്. ചില സമയത്ത് എന്താണെന്നറിയത്തില്ല, ഭയങ്കര ഉറക്കം വന്നിട്ട് ഭയങ്കര ക്ഷീണമായിപ്പോയി. ഇതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഇതേപോലെ തന്നെ നിങ്ങളും ആവശ്യത്തിന് ഉറങ്ങുക. അപ്പം ബാക്കിയുള്ള സമയത്ത് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. ജീവിതം അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അപ്പോൾ ആ പോരാടി നേടുക. നിങ്ങൾ ഒരുപാട് പോരാടിയിട്ടായിരിക്കുമല്ലോ മറ്റൊരാളുടെ കൂടെ ഇറങ്ങി തിരിച്ചത്. അപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഇതുപോലെ തന്നെ പോരാടണം. എന്നിട്ട് വിജയത്തിലേക്ക് എത്തുക. അപ്പോൾ നിങ്ങളെ ആരെങ്കിലുമൊക്കെ
നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും നിങ്ങളെ തേടി വരുന്നതായിരിക്കും. കാരണം എപ്പോഴും വിജയികൾക്ക് പുറമെ ഒരുപാട് ആളുകൾ കാണും. പരാജയപ്പെട്ട ആളിൻ്റെ പുറകെ ആരും വരില്ല. ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒന്ന് പിന്താങ്ങാൻ വന്നെങ്കിലായി. അല്ലെങ്കിൽ എപ്പോഴും വിജയികൾക്കൊപ്പമാണ് ആളുകൾ കൂടുന്നത്, അല്ലേ? പരാജയപ്പെട്ടവരെ അവിടെ മാറ്റി നിർത്തത്തേ ഉള്ളൂ. അതുകൊണ്ട് പരാജയം ഒരിക്കലും ജീവിതത്തിൽ അംഗീകരിച്ചു കൊടുക്കരുത്. ഞാൻ പരാജയപ്പെടില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അങ്ങനെ വിശ്വസിച്ച് അങ്ങനെ കഠിനമായി പ്രയത്നിക്കുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ വിജയിക്കാനാവുള്ളൂ. അതിപ്പം വലിയ പണക്കാരൻ്റെ മകളായിട്ട് ജനിച്ചാലായാലും പാവപ്പെട്ടവൻ്റെ മകളായിട്ട് ജനിച്ചാലും നന്നായി കഷ്ടപ്പെട്ടാൽ ഈശ്വരൻ എപ്പോഴും നമ്മളുടെ ഒപ്പം ഉണ്ടാകും. അല്ലെങ്കിൽ കോടികൾ സമ്പാദിച്ചിട്ട് നമ്മൾ അതിനു വേണ്ടി കാവലിരുന്നാലും നമുക്ക് കിട്ടുന്ന സന്തോഷത്തിന് ഒരു പരിധി ഉണ്ടാവും. ഒരിക്കലും നമ്മൾക്ക് ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സന്തോഷം കിട്ടില്ല. കാരണം നമുക്ക് ഒരുപാട് കോടികളുണ്ട്, നമുക്കൊരു ജോലി ചെയ്യാൻ ആവശ്യമില്ല എങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് ഉണ്ടാക്കുന്നത്. വെറുതെ ഇരുന്ന് ഫുഡ് കഴിക്കുക, ഇങ്ങനെ നടക്കുക എന്നുള്ളതാണ്. ആളുകൾ നോക്കും, അവർക്ക് പിന്നെ ജോലിയുടെ ഒന്നും ആവശ്യമില്ല, ഇഷ്ടംപോലെ കാശുണ്ട്. ക്രെഡിറ്റ് മുഴുവൻ ഈ കാശ് സമ്പാദിച്ച് നമുക്ക് തന്നവർക്ക് മാത്രമായിരിക്കും. നമ്മൾ വെറുതെ നോക്കിയിരിക്കുന്ന വ്യക്തികൾ മാത്രമായിരിക്കും, അല്ലേ? അപ്പോൾ നമുക്ക് ഒരുപാട് മുതലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു സ്വന്തമായിട്ടൊരു വരുമാനം എങ്ങനെയെങ്കിലുമൊക്കെ നേടാൻ പറ്റുമെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. അതിന് നമ്മൾ ശ്രമിക്കുക. നമുക്ക് മാസം ഒരു 1000 രൂപയെ ഉള്ളൂ എന്ന് വിചാരിക്കുക. അത് നമ്മൾ ചെയ്യണം. വെറുതെ അങ്ങനെ ഇരുന്ന് സമയം കളയില്ല. നമുക്കിപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഒരു ഇറിറ്റേഷൻ തോന്നുമെങ്കിലും പ്രായം ചെല്ലും തോറും അതൊക്കെ ഒരു ഇറിറ്റേഷനായിട്ട് തോന്നില്ല. നമുക്കതൊക്കെ സ്വീകരിക്കേണ്ടതായിരുന്നു എന്ന് തോന്നിപ്പോവും. അതുകൊണ്ട് പെൺകുട്ടികളെ, നിങ്ങൾ മറ്റൊരാളെ വിശ്വസിച്ച് പോകുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തെ മുറുകെ പിടിക്കണം. അത് നഷ്ടപ്പെടുത്തി കളയൽ. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തുടങ്ങുമ്പോഴേ നിങ്ങളത് മനസ്സിലാക്കുക, ഇതിലും വലിയ പ്രശ്നങ്ങൾ ഇനി വരും. അതുകൊണ്ട് ഞാൻ കരുതിയിരിക്കണം. ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതിന് മുമ്പ് ആലോചിക്കണം, ആ കുഞ്ഞിനെ എനിക്ക് നോക്കി വളർത്താനുള്ള ആരോഗ്യമുണ്ടോ, അതിനുവേണ്ടി ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം എനിക്കുണ്ടോ, എനിക്കൊപ്പം നിൽക്കാൻ ആരെങ്കിലും ഉണ്ടോ, അല്ലേ? ഒരു കുഞ്ഞിനെ വളർത്തുമ്പോൾ അതിന് ചുറ്റും ആളുകളൊക്കെ വേണം. ഭർത്താവിൻ്റെ വീട്ടുകാർ സഹകരിക്കുന്നോ, സ്വന്തം വീട്ടുകാർ സഹകരിക്കുന്നോ, ഒരു കുഞ്ഞുണ്ടായാൽ എല്ലാം ഞാൻ തന്നെ നോക്കണം. ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ഒരു കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കുക. കുഞ്ഞ് വേണം ഒന്നും പറയുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം ഞാനിവിടെ ഒരു ചേച്ചിയോട് സംസാരിച്ചപ്പം മറ്റൊരു ആൻറ്റി അവിടേക്ക് വന്നു. അപ്പം എനിക്കറിയാം ആ ആൻറ്റിയുടെ മോളുടെ കല്യാണത്തിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ വർഷമായി. അപ്പോൾ എനിക്ക് ആൻറ്റിയോട് ചോദിക്കണമെന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, മോളുടെ പേര് കൊണ്ട് ചോദിച്ചു വരാറുണ്ടോ. അപ്പോൾ അവർ കേരളത്തിലല്ല, വെളിയിലാണ്. കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു, ഒരു വിവാഹം ഉണ്ടായിരുന്നു, അതിന് വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം ആൻറ്റി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ആ കുട്ടികളൊക്കെ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് തോന്നി ഇല്ല എന്നെനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ, അല്ലെങ്കിൽ ഞാൻ ചോദിച്ചേനെ. എനിക്ക് തോന്നി അത് ഇല്ല എന്നെനിക്ക് തോന്നിയിട്ട് ഞാൻ ഞാൻ ചേച്ചിയോട് ചോദിക്കാം. അത് പറഞ്ഞില്ല. അപ്പം പറഞ്ഞ അവർക്ക്, ആ കുട്ടിക്കും അവരുടെ ഭർത്താവിനും സമയമില്ല, കുട്ടികളെ വളർത്താനോ നോക്കാനുള്ള സമയമില്ല. അവർക്ക് ജോലിയാണ് വലുത്, അവർക്ക് വരുമാനം വേണം, കാശെന്നുള്ളതാണ് അവരുടെ ഫസ്റ്റ് ചിന്ത. അല്ല, അവർക്ക് സമയമില്ല കുഞ്ഞിനെ വളർത്താനും നോക്കാനും ഒന്നും. അതുകൊണ്ട് കുഞ്ഞുങ്ങളിപ്പോഴേ വേണ്ട എന്നുള്ള ചിന്തയുമായിട്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മറുപടി പറയണമെന്നറിയില്ല. കാരണം നല്ല നല്ല ഫാമിലിയാണ്, നല്ല പണവും മറ്റും കാശൊക്കെ ഉള്ള ആളുകൾ തന്നെയാണ്. അപ്പോൾ അവരുടെ ആ ചിന്താഗതി പോയ ഒരു വഴി. ഇന്നാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എനിക്കൊരു കുഞ്ഞേന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുന്ന കാലമാണ്. എത്ര പ്രായമായാലും എനിക്കൊരു കുഞ്ഞിനെ വേണം എന്ന വാശിയുമായിട്ട് ജീവിക്കുന്ന ആളുകളാണ് ഒരുപാട് സ്ത്രീകൾ. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവർക്കിടയിൽ ഇന്ന് വന്നിരിക്കുന്നത് ഇങ്ങനെയുള്ള ചിന്താഗതിയാണ്. പക്ഷേ ഇപ്പം നമ്മൾ വേണമെന്ന് കുട്ടികൾക്ക് വേണ്ടി വാശി പിടിക്കുന്ന ഒരിത്. പക്ഷേ കുറച്ച് നാളോടെ കഴിയുമ്പം നേരെ തിരിച്ചു വരും, കുട്ടി വേണ്ടാന്ന് ചിന്തിക്കുന്ന ഒരു സമയം വരും. കാരണം
ഈ ജോലി എല്ലാവർക്കും വിദ്യാഭ്യാസമുണ്ട്, എല്ലാവർക്കും ജോലിയുണ്ട്, സമയമില്ല. എല്ലാവരും ജീവിതം എങ്ങനെ എൻജോയ് ചെയ്യാമെന്നുള്ളതാണ്. ഒരു കുഞ്ഞ് വന്നു കഴിയുമ്പോൾ എത്രയാണെന്ന് പറഞ്ഞാൽ അവൻ അല്ലെങ്കിൽ അവൾ, ആ കുട്ടി വളർന്ന് വലുതായി സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രായം എത്തുന്നിടം വരെ ഒരാൾ പുറകെ തന്നെ വേണം. എല്ലാത്തിനും നമ്മളെ ആശ്രയിക്കും. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കേണ്ടി വരും. അതിന് സമയമില്ലെങ്കിൽ ജോലിക്ക് ആളിനെ നിർത്തേണ്ടി വരും. ജോലിക്ക് ആളിനെ നിർത്തിയാലും അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റണമെന്നില്ല. അമ്മയ്ക്ക് ചെയ്യാനുള്ളത് അമ്മ ചെയ്യേണ്ടി വരും. പിന്നെ ജോലിക്കാരെ എത്ര പേരെ നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റും? അങ്ങനെ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. ഈ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി പലരും എന്ത് ചെയ്യും? ഒരു കുഞ്ഞിനെ വേണ്ട എന്നുള്ള രീതിയിൽ തന്നെ ചിന്തിക്കും. ഇപ്പോൾ ഒരു കുട്ടിയായി, ആ ഒരു കുട്ടിയെ വളർത്തി ഇത്രയും കഷ്ടപ്പെടാമെന്ന് മനസ്സിലാക്കിയിട്ട് അവർ ചിലപ്പോൾ രണ്ടാമതൊരു കുട്ടിയെക്കുറിച്ച് ചിന്തിക്കുക പോലും ഇല്ല. അങ്ങനെയുണ്ട്. അപ്പം നമ്മൾ ഒന്ന് ആലോചിക്കുക, എല്ലാം അത്ര എളുപ്പമുള്ള കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് എളുപ്പമെന്ന് തോന്നും, പക്ഷേ ചിന്തിക്കുന്നത് പോലെ എളുപ്പമല്ല. ചില മിടുമിടുക്കികൾ എന്ത് ചെയ്യുമെന്നറിയാവോ? കുഞ്ഞിനൊരു 6 മാസമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും പതുക്കെ ഭർത്താവിൻ്റെ അമ്മയോ അല്ലെങ്കിൽ സ്വന്തം അമ്മയോ അച്ഛനെയൊക്കെ കുട്ടികളെ ഏൽപ്പിച്ചിട്ട് ജോലിക്ക് പോകും. അപ്പോൾ എന്ത് ചെയ്യും? ജോലി നടക്കും, വരുമാനവുമായി, വീട്ടിലുള്ളവർക്ക് ജോലിയായി. എന്ത് പ്രയാസപ്പെട്ടാണ് പിന്നീട് അപ്പൂപ്പനും അമ്മയായാലും കുഞ്ഞിനെ വളർത്തുന്നതെന്നറിയാമോ? പക്ഷേ കുഞ്ഞിന് എപ്പോഴും സ്നേഹം ആരോട് തന്നെ ആയിരിക്കും? അമ്മയോട് തന്നെ ആയിരിക്കും. പിന്നീട് രാത്രി വരുമ്പോഴെന്ത് ചെയ്യും? വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഇവർക്ക് ഇരട്ടി ജോലി പോലെയാണത്, അല്ലേ? ആ പകൽ മുഴുവൻ അവരെന്ത് ജോലി ചെയ്താലും ആ ജോലിയും കഴിഞ്ഞിട്ട് രാത്രിയിൽ വന്നതിന് ശേഷം കുഞ്ഞിനെ നോക്കുക എന്ന് പറയുന്നത് വലിയ ചില കുട്ടികൾ 12 മണി വരെയൊക്കെ ഉറങ്ങാതിരുന്നോളെ. അതുവരെയും അമ്മ വേണം ഒപ്പം ഇരിക്കാൻ. അപ്പം പകലത്തെ ക്ഷീണം, രാത്രിയിലത്തെ ക്ഷീണം, ഇതെല്ലാം കൂടെ അവരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് തകർത്ത് കളയും. ഡിപ്രഷനിലേക്ക് പോകാം. ഇതൊക്കെയുണ്ട്. അതാണ് ജോലിയുള്ളവർക്കുള്ള ഒരു പ്രശ്നം. പിന്നെ രാത്രിയിലും കുട്ടിക്ക് പ്രശ്നമൊന്നുമില്ല, നല്ല അടങ്ങി ഒതുങ്ങി പെട്ടെന്ന് നേരത്തെ കിടന്ന് ഉറങ്ങുന്ന കുട്ടികളാണെങ്കിൽ വലിയ പ്രശ്നമില്ലാതെ പോകും. എല്ലാ കാര്യങ്ങളും നമ്മളിപ്പം എന്താ പറയുക, വീട്ടിൽ പാചകം ചെയ്യാനും നമ്മുടെ കാര്യങ്ങൾക്ക് തുണി കഴുകാനോ വീട് വൃത്തിയാക്കാനൊക്കെ വീട്ടിലെ ആൾ നിർത്തണോ, അതെല്ലാം ഓക്കെ. അപ്പം ടീച്ചർമാരായാലും സർക്കാർ ജോലിയുള്ളവരൊക്കെ എന്ത് ചെയ്യും? വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവരെ നോക്കാൻ ഒരാളിനെ നിർത്തിയിട്ടുണ്ട്. ഇവർ ജോലി ചെയ്ത് സമ്പാദിക്കുന്ന കാശിൽ ഒരു ഭാഗം എന്ത് ചെയ്യും? ജോലിക്കാരിക്ക് കൊടുക്കും, കുഞ്ഞിനെ നോക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലേ? പിന്നെ ചിലരെന്ത് ചെയ്യും? വീട് വൃത്തിയാക്കാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി വേറൊരാളെ നടത്തും. ഒരിടത്ത് പോയി കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പൈസ കൊണ്ടുവന്നു മറ്റു 2-3 കുടുംബങ്ങളെ ജീവിക്കാനായിട്ട് വിടുന്നു, അല്ലേ? കാരണം ഇവർ ജോലി ചെയ്യുന്ന കാശ് കൊണ്ടുവന്നു ഈ ജോലിക്കാരികൾക്ക് കൊടുക്കുന്നു, അവരുടെ കുടുംബവും മുന്നോട്ട് പോകും, അല്ലേ? ഒരു ചെയിൻ പോലെ തന്നെ ഉണ്ടല്ലേ? എന്തായാലും കഷ്ടപ്പാടെന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ഉണ്ട്, ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. പിന്നെ കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പൈസ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, പെൺകുട്ടികളോട് ഇത്രയാണ് എനിക്ക് വലിയ കാര്യമായിട്ട് പറയാനുള്ളത്. ഒരു വലിയൊരു വീഡിയോ ആണ്. ചിലരൊക്കെ തുടങ്ങുമ്പോഴത്തേക്ക് ഇട്ടിട്ട് പോവും, ഇതെന്താണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ കാര്യം തുടങ്ങുമ്പോഴല്ല അതിൻ്റെ ഒരു വിശാലത തുടങ്ങുന്നത്. കാര്യം പറഞ്ഞു വരുമ്പോഴാണ് കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി വരുന്നത്. നമ്മളൊരു സിനിമ കാണുമ്പോൾ തുടക്കം നമുക്കൊന്നും ഇതെന്താണെന്ന് തോന്നും, പക്ഷേ പതുക്കെ 5-10 മിനിറ്റ്, അല്ലേ, അരമണിക്കൂർ, അങ്ങനെ സമയം പോകുമ്പോഴാണ് ആ കഥയിലേക്ക് നമ്മൾ യഥാർത്ഥത്തിൽ ഇറങ്ങിച്ചെല്ലുന്നത്, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണ് എൻ്റെ വലിയ വീഡിയോസിലും ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ ഒറ്റപ്പെട്ടു പോകരുത്, നിങ്ങൾക്ക് വിജയിക്കണം എന്ന ഒരു ഉറച്ച വിശ്വാസമായിട്ട് വേണം മറ്റൊരാളുടെ തേടി പോവാൻ. ഒരിക്കലും നിങ്ങളവിടെ തളർന്നു പോകരുത്, കരഞ്ഞ് ഇനിയൊരു ജീവിതം വേണ്ട എന്ന് കരുതി ജീവിതം അവസാനിപ്പിക്കരുത്. പൊരുതി നേടുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഇതെല്ലാം ഓർത്ത് വെച്ചുകൊണ്ട് വേണം, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് വെച്ചിട്ട് വേണം നിങ്ങൾ മറ്റൊരാളെ തേടി അല്ലെങ്കിൽ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് സ്വന്തം ഇഷ്ടപ്രകാരം, അതായത് വീട്ടുകാരുടെ ഇഷ്ടത്തിന് മറികടന്നുകൊണ്ട് സ്വന്തം താല്പര്യത്തിനനുസരിച്ച് മറ്റൊരു പുരുഷൻ്റെ ഒപ്പം ജീവിക്കാമെന്ന് കരുതി വീട്ടുകാരെ എന്നേക്കുമായി ഉപേക്ഷിച്ചുകൊണ്ട്, എന്നേക്കുമായി എന്ന് ഞാൻ പറയുന്നതേ ഉള്ളൂ, വീട്ടുകാരെ ഉപേക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്, അല്ലേ? അവർക്കിഷ്ടമില്ലാത്ത ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത്. ഒന്നുകൂടെ ഓർക്കുക, അവർ ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും കുറേ നാൾ കഴിയുമ്പോൾ നിങ്ങളോട് ഇണങ്ങി വരും എന്ന്. പക്ഷേ ഇണങ്ങി വരാത്ത മനസ്സുകളുമുണ്ട്.
അത് കാരണം അവരെ അത്ര മുറിവേറ്റിട്ടാണ്. അപ്പോൾ ഒരു പക്ഷേ എൻ്റെ വീട്ടുകാരെ എൻ്റെ മരണം വരെയും എൻ്റെ ഒപ്പം ഇനി വരണമെന്നില്ല, എന്നെ തിരക്കണമെന്നില്ല. എങ്കിലും അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഇയാളുടെ ഒപ്പം ജീവിക്കാൻ തയ്യാറായി ഇറങ്ങിപ്പോകുന്നത്. അപ്പം എനിക്കത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. എൻ്റെ ജീവിതം സേഫാണ്, നല്ല രീതിയിൽ ഞാൻ ജീവിക്കുന്നുണ്ട്. നിങ്ങളെ ധിക്കരിച്ച് വന്നിട്ടും അല്ലെങ്കിൽ ഞങ്ങളെ ധിക്കരിച്ച് അവൾ പോയിട്ടും അവൾ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് എന്ന് സ്വന്തം വീട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു തൻ്റെ ഇടവും സാമർഥ്യവും എല്ലാ പെൺകുട്ടികൾക്കും വേണം. അങ്ങനെ വേണം. നമ്മൾ വിജയിക്കുമ്പോൾ മാത്രമേ അവർക്കും സന്തോഷമുണ്ടാവുള്ളൂ. നമ്മളെ തിരക്കി അവർ വരാനുള്ള ചാൻസും കൂടും. ശരിയല്ലേ? ഓക്കെ.